മുസ്ലിം യുവാക്കൾക്ക് മുഹമ്മദിനെ കുറിച്ച് അപകർഷതാബോധമാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഞങ്ങള് നിങ്ങളുടെ ഉസ്താദുമാരെ ശക്തരാക്കും. നിങ്ങള് സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്നാണ് നിങ്ങളൊക്കെ വിളിക്കേണ്ടത്. ഞാൻ പറയട്ടെ ബ്രദറെ, സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ. സ്വപ്നജീവികളാണ് നിങ്ങൾ. നിങ്ങൾ ഈ 600 ദിവസം കൊണ്ട് നിങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പണിയും കളഞ്ഞ് നിങ്ങൾ ഈ ഫിത്തിനായി ഉണ്ടാക്കി നിങ്ങൾ ഇവിടെ വന്നിരുന്ന് പറഞ്ഞത് കൊണ്ട് ഒരു അപകർഷതാബോധം ഉണ്ട്. അങ്ങനെ അപകർഷതാബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നബിദിന റാലിക്ക് വന്ന് നോക്കുക. നബി ജനിച്ച ദിവസത്തെ കുറിച്ചൊന്ന് വന്ന് കണ്ട് അന്ന് വരുന്ന ഘോഷയാത്രയും ആഘോഷങ്ങളും ഒക്കെ ഒന്ന് കാണണം. അല്ല അതല്ല, ഒരു നിങ്ങൾക്ക് മിനിറ്റ് ബ്രദർ, ഞാൻ പറഞ്ഞോട്ടെ. കംപ്ലീറ്റ് ചെയ്യട്ടെ. സംശയം ചോദിക്കാനാ ഞാൻ ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞതിനെ ചെയ്യട്ടെ പറ്റിയിട്ട് ബ്രദർ. ഭയങ്കര ഞാൻ സംശയമാണ്. ബ്രദർ പറഞ്ഞപ്പോ ഞാൻ നിങ്ങൾക്ക് കേട്ടോണ്ടിരുന്നില്ല. ഒന്ന് ഇല്ല കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ഇത് വേറൊരാളാ. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രദർ മുഹമ്മദിനെ പറഞ്ഞു. പറ്റി ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മുഹമ്മദിനെ പറ്റിയിട്ട് അഭിമാനമാണോ? അത് സംശയമുണ്ടോ ബ്രദറെ? ഒന്നും അഭിമാനമല്ല. സംശയം ഞങ്ങള് ഉള്ളതുകൊണ്ടാണല്ലോ ചോദിച്ചത്. മാതൃകയല്ലേ. സംശയം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത്. അതെ. താങ്കൾക്ക് ഉത്തമമായ മാതൃക മുഹമ്മദിലുണ്ടോ? ഉത്തമമായ മാതൃക ഉണ്ടോ എന്ന് ചോദിച്ചാല് പ്രവാചകന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുന്നവരാണ് ഞങ്ങള്. ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് പറ. അത് പറ്റുന്നില്ല. അതിനെ പറഞ്ഞ താങ്കൾക്ക് ബ്രദറെ ഞാൻ ഉത്തമമായ പറഞ്ഞേക്കാം. ഞാൻ മാതൃക അതുക്കും മുഹമ്മദിൽ മേലെയാ പറയുന്നത്. ഇല്ല. അതുക്കും എനിക്ക് അതിന് മേലെയാ മേലെ പറയുന്നത്. പോകണ്ട. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അല്ല, തുടങ്ങാം. വേണം. പ്രവാചകനെ കുറിച്ച് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ അതൊക്കെ മേലെ, കാരണം ഇല്ല, നിങ്ങളുടെ പ്രവാചകനൊപ്പം പ്രവാചകൻ പറയട്ടെ. നിങ്ങൾക്കല്ലേ. എനിക്ക് പുള്ളി പ്രവാചകൻ അല്ലല്ലോ. വേണ്ട, ഞാൻ പറയാം. അത് വേണ്ട. ചോദിച്ചോത്തരം പറ. അതിനകത്ത് നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടോ എന്നാണ് ചോദ്യം. അതാ ബ്രദറെ, ഞാൻ ഉത്തമമായ മാതൃക മാത്രമല്ല ചോദിച്ചത് പ്രവാചകന്റെ വേറെ എന്തുണ്ടെന്ന് ചോദിച്ചില്ലല്ലോ. ഉത്തമമായ ശരി, അന്ന് മാതൃകയുണ്ടോ? ഉത്തമമായ മാതൃകയുണ്ട്. ഓക്കെ, ഒരു 5 മാതൃക പറഞ്ഞേ. ഈ 5ഉം 10ഉം ഒക്കെ പറയണമെങ്കിൽ ഒരു ആഴ്ച താങ്കൾ എടുക്കും. ഒരെണ്ണം ഞാൻ പറയാം. പറ. ഒരു 5 മാതൃക നിങ്ങൾ പറ. അതായത് ഖുറാൻ അനുസരിച്ച്, ഹദീസുകൾ അനുസരിച്ച് മുഹമ്മദിന്റെ പിൻപറ്റാൻ പറ്റുന്ന മാതൃക 5 എണ്ണം മറ്റാരും മുഹമ്മദിന് മുമ്പ് കാണിക്കാത്തത് ഒന്ന് പറയാവോ? ഞാൻ വെയിറ്റ് ശരി, ചെയ്യാം. 5 എണ്ണം ഞാൻ പറയാം. അതിനു മുമ്പ് തെളിവടക്കം പറയണേ. ഒരു മിനിറ്റ് ബ്രദറെ, ഇടയ്ക്കല്ലേ ബ്രദറെ. 5 എണ്ണമാണ് താങ്കൾ എന്നോട് ചോദിച്ചത്. 5 എണ്ണേ ചോദിച്ചുള്ളൂ. ശരിയാണ്. ഒരു മിനിറ്റ്, ഇടയ്ക്കല്ലേ ബ്രദറെ എന്ന് പറയട്ടെ. 5 എണ്ണമാണ് ബ്രദർ ചോദിച്ചത്. 5 എണ്ണം, അതായത് മുൻപ് ആരും കാണിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഈ ലോകത്തിന് മാതൃകയായ മുഹമ്മദിന്റെ 5 കാര്യങ്ങൾ പറയാമെന്ന് ചോദിച്ചത്. ഞാൻ താങ്കൾ ചോദിക്കുന്നത് യേശുവിന്റെ ഒരെണ്ണം കാണിക്കാവോ താങ്കൾ? ഒരെണ്ണം ഒരു മിനിറ്റ്. ആരും പ്രവർത്തിക്കാത്ത, ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഉത്തമമായ മനുഷ്യകുലത്തിന് മാതൃകയായ ഒരു മാതൃക ഒന്ന് പറയാവോ? പറഞ്ഞാൽ ഞാൻ 5 എണ്ണം പറയും. ഓക്കെ, ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ബ്രദറെ, ഞാൻ ഇപ്പോഴേ പള്ളിയിൽ പോവാണ്. പറഞ്ഞിട്ട് പിന്നെ ഓടിന്ന് പറയരുത്. തിരിച്ചു കയറാം. പറഞ്ഞ് ടിക്കറ്റ് പോയിട്ടില്ല. ഇല്ല ബ്രദർ, എന്താ പറഞ്ഞ് ടിക്കറ്റ് പോയാൽ നിങ്ങൾ തിരിച്ചു വന്നിട്ട് പോയിട്ട് വരാം. അതാണ് ഇടയ്ക്ക്. അല്ലെങ്കിൽ ജെന്റിൽ ബ്രദറെ, ഒരു ഒറ്റ സെക്കൻഡ്. പോയി. അല്ലല്ല, എനിക്ക് സലാം ഇതേ ചോദ്യം ചോദിച്ചപ്പോ ഞാൻ അന്നൊരു ഉത്തരം കൊടുത്തു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞ ഇല്ല അത് അങ്ങനെ അങ്ങനെ അതിന് മുന്നുള്ളവരും ഒക്കെ അങ്ങനെ തന്നെയൊക്കെ വെച്ചത്. അതായത് യേശു ശത്രുക്കളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഉത്തരമാണ് ഞാൻ കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ഇതിന് മുന്നേ അങ്ങനെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് അതിന്റെ കോട്ട് തരാൻ പറഞ്ഞപ്പോ ഇറങ്ങി ഓടിയതാ ഇതേപോലെ. അപ്പോ അതൊന്ന് ചോദിക്കാനായിരുന്നു. ബ്രോ, അത് നമ്മളത് അറിഞ്ഞായിരുന്നു. അപ്പൊ ആ സെയിം ഡയലോഗ് അടിക്കാൻ വേണ്ടി ഞാനും ഇരുന്നേ, ഈ പുള്ളി എന്ത് പറയുന്ന അറിയാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും പുള്ളി വരട്ടെ. താങ്ക് യു ബ്രോ. ഇപ്പൊ വരും. ജെന്റിൽ ബ്രദർ നോക്കിയിരുന്നു. ഞാൻ കണ്ണില് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, മത്തങ്ങ തൈലം. അതെ, ഞാനും അത് പറയാനാ വന്നേ. ജെന്റിൽ നോക്കിയിരുന്നു. ഇപ്പൊ വരും. അല്ല, പുള്ളി പോകാൻ കാരണം രാജാ ബ്രദറാ. നിങ്ങൾ കയറി വന്നാണ് ഇത്രയും പ്രശ്നമായത്. സത്യമാണ്. രാജാ ബ്രദറിന്റെ തലവട്ടം കണ്ടപ്പോഴാ പുള്ളിക്ക് പള്ളിയിൽ പോകണമെന്നുള്ള വിചാരം വന്നതും നിസ്കരിക്കണമെന്ന് തോന്നിയതും ഇതെല്ലാം ആ സമയത്ത്. എന്റെ രാജാ ബ്രദറെ താഴെ ഇരിക്കാതെ ഞാൻ കൂടെ കേൾക്കാൻ. അല്ല, ഞാൻ വിചാരിച്ചു
പുള്ളിക്കാരൻ 5 പറയാൻ പറ്റിയില്ലേലും ഒരെണ്ണം പറയാവോന്ന് ചോദിച്ചപ്പോ അത് കേട്ടേച്ചെങ്കിലും പുള്ളി പോകുന്ന ചിന്തിച്ചു. പക്ഷെ പുള്ളി പറഞ്ഞ അയ്യടാ അത് പണി പടക്കാവൂല്ലോ എന്ന് പറഞ്ഞ എന്നാ എനിക്ക് കേൾക്കണ്ടെന്നുള്ള വിധത്തിലാണ് പുള്ളി പോയത് കേട്ടോ. ഇല്ലെന്ന് താടുന്ന രാജാപ്രഭു മേളിലോട്ട് വരുന്ന കണ്ടെന്നേ. അപ്പോഴത്തേനെ പുള്ളിക്ക് മനസ്സിലായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരൂല. അല്ല, പുള്ളിയുടെ ഒരു ഗതികേട് നോക്കണേ. ഗതികേട് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദിന്റെ ഒരു 5 മാതൃക പറയാൻ പറഞ്ഞപ്പോ പുള്ളിക്ക് യേശുവിന്റെ ഒരു മാതൃക കേൾക്കേണ്ട, യേശുവിന്റെ മാതൃക ചോദിക്കേണ്ടി വന്നത് ഗതികേടല്ലേ? നമ്മളുടെ യേശുവിന്റെ മാതൃക ചോദിച്ചാൽ നമ്മൾ മുഹമ്മദിന്റെ 5 മാതൃക പറഞ്ഞിട്ട് നമ്മൾ പറയാന്നാണോ പറയുക? യേശുവിന്റെ ഒരു മാതൃക പറഞ്ഞു കൊടുത്തിട്ട് അയാളോട് ചോദിക്കുകയാണോ ചെയ്യുക? അല്ല നമ്മളതാ ചെയ്യുക. അത് മാത്രമല്ല, പുള്ളി ഇരിക്കുന്ന കൊമ്പ് വെട്ടിയതല്ലേ ആ കണ്ടത്. എന്നിട്ട് ആ വീഴ്ചയല്ലേ കണ്ടത്. അതായത് പുള്ളി ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് അവര് യേശു ഞങ്ങളുടെ പ്രവാചകനാണ് വിശ്വസിക്കുന്നതെങ്കിൽ യേശുവിൽ മാതൃകയില്ല എന്നല്ലേ പുള്ളിക്കാരൻ പറയാൻ ശ്രമിച്ചത്. അതാ, അങ്ങനെയാണ് പുള്ളി പറയാൻ ശ്രമിച്ചത്. ശരിയാണ്. എന്റെ അയക്കു ബ്രദറെ, ഇതുങ്ങൾക്ക് ആ ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇതുങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇവിടെ വന്ന് ചോദിക്കുവോ? അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. അത് തന്നെ കാര്യം. അതിനുള്ള ബുദ്ധിയും വിവരവും ഇതുങ്ങൾക്ക് കൊടുത്തിട്ടില്ലെന്ന്. ഇത് മൊത്തം മദ്രസയിൽ പണയം വെച്ചു പോയി. ഇനി ഇത് തലയ്ക്കകത്തോട്ടൊന്നും കയറാനൊന്നും പോകുന്നില്ല. കൊടുത്തോട്ടം പാസ്റ്ററെ ഫ്രീ ആയോ? 3 മിനിറ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. വന്നോ ഇല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാ. ഇല്ല, പാസ്റ്റർ തിരക്കാന്ന് തോന്നുന്നു. രാജാ ബ്രദറെ സംസാരിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി ബിസിയാ. അപ്പൊ ഞാൻ ഈ സലീമിനെ കണ്ടതുകൊണ്ട് കുറച്ചൊരു സമയം ഉണ്ടാക്കി കയറിയതാ. ഞാൻ ആക്ച്വലി ബിസിയാണ് ഇപ്പൊ. ഞങ്ങളുടെ ഒരു കോമഡി ടൈം. രാജാ, ഇനി മേലാൽ സലൈമിനെ കാണുമ്പോ നിങ്ങൾ മോളിൽ അതെ അതെ അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു. ജെന്റിൽ ബ്രദറെ, തസ്നീം എന്ന് പറഞ്ഞ ആ സഹോദരി വന്നിട്ടുണ്ട്. പിക്കറ. സംസാരിക്കുന്നു. എക്കി ബ്രദറോ? ആ, എക്കി ബ്രദറോ? You all can carry on. No, എക്കി no, ബ്രദർ. not a problem. ആ സിസ്റ്ററെ, എന്തെങ്കിലും സംസാരിക്കാനാണോ വന്നത്? തസ്നീം സിസ്റ്ററിനോട് മൈക്ക് എടുക്കാവോ? കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? മൈക്ക് എടുക്കാവോ? കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്കി ബ്രദർ പറഞ്ഞു വന്ന് കണ്ടിന്യൂ ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് നിർത്തിയായിരുന്നു. ഇൻ കേസ് തസ്നീം കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദ്യമോ താങ്കൾക്ക്, എനിക്ക് ആക്ച്വലി തസ്നീം സിസ്റ്ററിന്റെ ഒരു പൊസിഷൻ മനസ്സിലായിട്ടില്ല. ആദ്യം ഞാൻ ചിന്തിച്ചത് അവർക്ക് മതത്തോടൊരു നീരസമാണ് എന്നുള്ളതായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. പിന്നീട് എനിക്ക് തോന്നി അങ്ങനെയല്ല അവർ പറഞ്ഞു തോന്നുന്നത്. എനിക്ക് അവരുടെ പൊസിഷൻ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. അതോ അതെ, ഇല്ല, നമ്മൾ മൈക്ക് എനിക്ക് എടുക്കാൻ എനിക്ക് പറഞ്ഞ ഈ സഹോദരിയെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. ഈ സഹോദരി പക്ക ഒരു, എന്താ പറയാ, ഒരു മനുഷ്യത്വമുള്ള സഹോദരിയാ. ദീൻ അങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത ആളാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് പല കാര്യങ്ങളും മാനവികതയ്ക്ക് മൂല്യത കൊടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്നലെ ഇപ്പൊ നമുക്ക് അത് തന്നെ സംസാരിക്കാം ഈ പുള്ളിക്കാരിയോട്. ഇന്നലെ ഞാൻ പകുതി സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി പോയതാ. പുള്ളിക്കാരി എനിക്ക് ഇവിടെ നാട്ടിൽ ലേറ്റ് ആയിട്ടുണ്ടാവുമായിരിക്കും. ആ സമയത്ത് പുള്ളിക്കാരി പോയെന്നാ എനിക്ക് തോന്നുന്നത്. തസിൻ സൗരി, എന്നെ കേൾക്കാവോ? അല്ലെ, ക്യാൻ യു ഹിയർ മീ? ഞാൻ ഓഡിബിൾ ആണോ? അതെ അതെ ബ്രദറെ, ഓടിവിള. അല്ല, സഹോദരിക്ക് കേൾക്കാവോ എന്നാ? തസീമിന് കേൾക്കാം. നമ്മൾ ഇന്നലെ വായിച്ച സൂറത്തുൽ മാഇദ 5:5 ആയിരുന്നു. 5:5. കേക്കാം. അതൊന്ന് എടുക്കുന്നു നമുക്ക്. എന്നിട്ട് അതിന്റെ ഉള്ളിലെ അർത്ഥം ചോദിച്ചപ്പോൾ എങ്ങനെ പോയത്? പറഞ്ഞോളൂ എനിക്കറിയാം. ഞാൻ മൈൻഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണം? അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച്, നിങ്ങളാണ് ഇന്നലെ പറഞ്ഞത് 5:5 അനുസരിച്ചിട്ട് മറ്റ് മതസ്ഥരുടെ പതിവ്രതകളായ സ്ത്രീകളെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ശരിയാണോ? ആ ചോദ്യം ഒന്നുകൂടെ മാറ്റി ചോദിക്കുകയാണെങ്കിൽ, ഒരു ഹൈന്ദവന് മുസ്ലിം സ്ത്രീകളെ മുഴുവൻ, കല്യാണം കഴിഞ്ഞ മുസ്ലിം സ്ത്രീകളെ അവരുടെ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത് ശരിയാണോ?
ഈ ഖുറാൻ ആയതിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ? ജെന്റിൽ ബ്രദറെ അവരൊരു ഫോണിലാണെന്ന് തോന്നുന്നു. തന്നെയുമല്ല കുഞ്ഞും അടുത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇല്ല, അവർ സംസാരിക്കാൻ സംസാരിക്കും, കുഞ്ഞ് ഇച്ചിരി അവരങ്ങോട്ട് പാടായിരിക്കും. കരയുവാണേ, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. കുഞ്ഞ് കുഴപ്പമില്ല, കുഴപ്പമില്ല, ടേക്ക് യുവർ ടൈം, റെസ്പെക്ട് വെച്ചാൽ ഇല്ല, ഇറ്റ്സ് ഫൈൻ. താങ്കളുടെ അഭിപ്രായം ഒന്ന് ആയതിനെ പറ്റി പറയുക, അതിലുള്ള ആ ഉള്ളടക്കത്തെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓഡിബിൾ ആണോ? ഹലോ, അതെ ബ്രദറെ, പറയുന്നത് കേൾക്കാം. ആരും ക്ലിയർ ആരും കേൾക്കാം. മിണ്ടാതിരിക്കുന്നതാണോ അതോ പുള്ളിക്കാരി അല്ല, നമ്മൾ സംസാരിക്കുന്നുണ്ടോ? ആ സഹോദരിക്ക് സമയം കൊടുത്തതാണ്. ജെന്റിൽ ബ്രദർ ഓക്കെ, ചോദിച്ച ഓക്കെ, ഓക്കെ, ചോദ്യം. നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, നമുക്ക് പുള്ളിക്കാരി വരട്ടെ. സഹോദരി വരുമ്പോ മൈക്ക് ഒന്ന് ബ്ലിങ്ക് ചെയ്താൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ സംസാരിക്കാം. കൊടുത്തോട്ടം പാസ്റ്റർ വന്നോ ഇല്ലെന്ന് അറിയത്തില്ല, ചോദിച്ചിട്ട് റെസ്പോൺസ് കിട്ടിയില്ലായിരുന്നു. ആരായ സെഷൻ മൂടിയെന്ന് അവര് കൺട്രോൾ ചെയ്തിട്ടെ. ഇറ്റ്സ് ഫൈൻ, ഗോ ഹെഡ്. ഞാൻ മൈക്കൊന്ന് എടുത്തോട്ടെ, നമ്മളെ പാടാണ്. ഓക്കെ ബ്രദറെ, സംസാരിക്കും. അല്ല, ഈ ചോദ്യം ഹൈന്ദവൻ എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഈ ഭക്ഷണത്തലയിലെ 5-ാമത്തെ ആയത്തുമായിട്ട് ഇവർക്ക് ബന്ധമില്ലല്ലോ, ഹൈന്ദവർക്ക് ബന്ധമില്ലല്ലോ. ഇല്ല, ബ്രദറിന്റെ ചോദ്യം കൂടെ താങ്കൾ മുസൽമാനാണോ? അല്ല, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഓക്കെ, ഞാൻ ചോദിച്ചത് ഹൈന്ദവൻ എന്ന് കേട്ടാ അതാണ്. അല്ലല്ല, ഒരു ബന്ധവും പറഞ്ഞിട്ടില്ല, ഒരു ബന്ധവും ഞങ്ങൾ പറഞ്ഞതുമില്ല. ഞാൻ ചോദിച്ചത് ആ താങ്കൾക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ. ചോദ്യം മുഴുവൻ താങ്കൾ കേട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം. ശരി എന്നാ, ശരി കേക്കാം ശരി എന്നാ. മുളക് പാടം ചോദ്യം ഇതായിരുന്നു, ഈ 5-ന്റെ അല്ല, ഞാൻ ഇന്നലെ ആ ചോദ്യം കേട്ടായിരുന്നു, ഇന്നലത്തെ ഇതില് ഓക്കെ, ചർച്ചയില്. ഓക്കെ. ഓക്കെ, അപ്പൊ ശരി അത് എന്നാ, താഴെ ഞാനൊന്ന് ഇരിക്കാം. പുള്ളിക്കാരിയോട് എടുത്ത് ചോദിച്ചത്, ഒരു ഹൈന്ദവന് ആ ദൈവം, അവരുടെ ദൈവം പെർമിഷൻ കൊടുക്കുന്നു എന്ന് കരുതുക, എല്ലാ ക്രൈസ്തവരുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും ഭാര്യമാരെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ദൈവത്തോട് താങ്കൾക്ക് എന്ത് തോന്നും എന്നാണ് ഞാൻ ചോദിച്ചത്. ആ നിലവാരം. ശരി. ചോദ്യം ഞാൻ നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ടും കേട്ടില്ല. ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, ശരി എന്നാ, ഞാൻ താഴെ നിന്ന് കേട്ടോളാം. താങ്ക് യു, ശരി എന്നാ. താങ്ക് യു. ജയ ബ്രദറോ അച്ഛനോ ബിജു പാസ്റ്റർ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാമല്ലോ. ജയ ബ്രദറെ, ഞാൻ 1 മണിയാകുമ്പോ വരാം, ഒന്ന് ശ്രദ്ധിച്ചോണം. ആയിക്കോട്ടെ. ഗ്രേസിസ്റ്ററെ പ്രൈസിലോട്ട്. അതായത് നമ്മുടെ റൂം നിശബ്ദമായിട്ടിരിക്കണ്ട. ആ സഹോദരിക്ക് സമയമാകുമ്പോ മൈക്ക് ബ്ലിങ്ക് ചെയ്താൽ മതി. ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം കേട്ടോ. വെറുതെ റൂം ഇട്ട് എന്നോടാണോ പറഞ്ഞേ? അല്ല, സംസാരിക്കുന്നുണ്ടോ സംസാരിക്കാൻ സിസ്റ്റർ എന്ന് പറയുമായിരുന്നു ആരെങ്കിലും. ഓക്കെ, ഞാനും ഇച്ചിരി ബിസിയാ, സംസാരിക്കാൻ എനിക്കങ്ങനെ അറിയത്തില്ല. ഞാൻ അല്ലേലും ഇച്ചിരി ബിസിയാ ഇന്ന്. കേൾക്കുന്നുണ്ട്. ഓക്കെ സിസ്റ്ററെ. എക്കി ബ്രദറെ, സിസ്റ്റർ വരുമ്പോഴത്തേക്ക് മൈക്ക് എടുത്തോളൂ. ഓക്കെ. എന്നാലൊരു നമുക്കൊരു കാര്യം ചെയ്യാം. തസ്നീം സിസ്റ്റർ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ജെന്റിൽ ബ്രദർ ചോദിച്ച ആ ഒരു ചോദ്യം അവിടെ കിടക്കുക. പിന്നെ അത് ക്രോസ് ചെയ്ത് പോകണ്ട. അതിനൊന്ന് റെസ്പോണ്ട് ജെന്റിൽ ബ്രോ, ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല. എന്തായിരുന്നു എന്താ ബ്രോ, നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്, കേൾക്കണില്ല. ആരാന്നും മനസ്സിലായില്ല. എന്നാ മനസ്സിലായിട്ട് അജീഷ് ബ്രദർ, സംസാരിച്ചാ അജീഷ് മതി. ബ്രദറാണേ. അജീഷ് ബ്രോ, അജീഷ് ബ്രദറാ. പറയൂ ബ്രോ. ശബ്ദം മനസ്സിലായില്ല അജീഷ് ബ്രദറെ? ഞാൻ ശരിക്കും കേട്ടില്ല. ഇതുണ്ട്. എന്റെ വോയിസ് ബ്രേക്ക് ചെയ്താ? അല്ലെ, മൈ നെറ്റ് ബ്രേക്ക് ചെയ്താ? എന്തുകൊണ്ട് ബ്രോ? കുഴപ്പമില്ല, സന്തോഷകരമായിട്ട് തന്നെ പോകുന്നു. പിന്നെ അള്ളാഹു ഓമനിച്ച് വളർത്തിയ പന്നിയൊക്കെ കഴിക്കുന്നുണ്ട്, ആരോഗ്യവും വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അള്ളാഹൊക്കെ അള്ളാഹുവിന്റെ റാഹത്തൊക്കെയാണോ? അള്ളാഹു ഓമനിച്ച് വളർത്തുന്നതല്ലേ, മുസ്ലിങ്ങൾക്ക് പോലും കൊടുക്കാതെ. അതിനെ ഞാൻ കാശ് കൊടുത്ത് മേടിക്കും, കഴിക്കും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ആരോഗ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ചിലപ്പോ കാശ് കൊടുത്ത് കഴിക്കും, ചിലപ്പോ കൈയിട്ട് വാരി കഴിക്കും. ആ അജീഷ് ബ്രദറെ നാട്ടില്ല ഇപ്പൊ എന്നാ വിലയുണ്ട് സാധനത്തിന്? ഇവിടെ ഭയങ്കര വിലയായി. അജീഷ് ഭായിന്റെ നാട്ടില് ഭയങ്കര വിലയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ 400 കടന്നു. അജീഷ് ബ്രദറിന് എനിക്ക് വേണ്ടത് $40.
കൈയിട്ട് വാരി തിന്നുന്നെന്താ, ആദ്യത്തെ കഷ്ണം തിന്നു കഴിഞ്ഞപ്പോഴാ ഓർത്തടാ പണി പാളിയല്ലോന്ന്. അതുകൊണ്ട് നമുക്ക് അന്നല്ലേ പന്നി. വെറുതെ നിങ്ങൾ എന്റെ നടുവ് മേടിക്കാൻ നിൽക്കുന്ന ജെന്റിനെ. ഉവ്വ് ഈ ഉവ്വ്. പുള്ളിക്കെട്ട് വിളമ്പി കൊടുത്ത് ആദ്യത്തെ കഷ്ണം വായിലെടുത്ത് വെച്ച് കഴിഞ്ഞ് കടിച്ചു കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് പണി കിട്ടിയത്. എടാ ഇത് പണി കിട്ടിയല്ലോ പറയാ, എന്നാ വേണം എടുത്തോളാനെന്ന്. ഉവ്വ് അതവിടെ ഉവ്വ്. നിൽക്കട്ടെ. വാ. ഉവ്വ്. മുളക് പാടം വന്നിട്ടുണ്ട്. അല്ല, മുളക് പാടം അല്ല, നേരത്തെ പോയതല്ലേ, സോറി, ആള് മാറി. മുളക് പൊടി. ഒരു മുളക് വറക്കം പൊടല്ലേ നമുക്ക് മുകളിലിരിക്കുന്നേ? മുകളിലിരിപ്പുണ്ടല്ലോ. അല്ല, പുള്ളിയല്ല, വേറെ ഒരു സലീം വന്നിട്ടുണ്ടായിരുന്നു, ഉക്രൈൻ സലീമേ. പുള്ളിയാ മുങ്ങിയത്. മോഹമ്മന്റെ മാതൃക ചോദിച്ചപ്പോ പുള്ളി പോയതാ. അപ്പോഴല്ല പോയത്, രാജാബ്രദറിന്റെ മോഹം കണ്ട് പുള്ളിക്ക് ദുശകുന. ബ്രദറെ എന്നൊന്ന് താഴെ ഇറക്കണേ. താഴെ അങ്ങ് മുളകോളം ഉണ്ട്. ഇറങ്ങിയാ മതി. സ്വന്തം തന്നെത്താൻ കയറി തന്നെത്താൻ അങ്ങ് ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയാ മതി. പോകാൻ പറ്റും. വെയിറ്റ് ഉള്ള സാധനമൊന്നുമല്ല. ബ്രദറെ ആ പ്രൊഫൈൽ ടച്ച് സ്വന്തം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്ക് അങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോ മൂവ് ഓഡിയൻസ് കാണും. നേരെ താഴിലേക്ക് എണി വെച്ചിറങ്ങിക്കും. അല്ല ജെന്റിൽ ബ്രോ, ഇവിടെ എന്തായിരുന്നു ചോദ്യോത്തരം? എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു പ്രശ്നം? എന്താ മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത്? ആർക്കാ മൊറാലിറ്റി വേണ്ടത്? 5-5 എടുത്തേ. 5-5 നെഞ്ചില് ഞാൻ യാത്രയിലാണ്. 5-5 കുടുക്കാച്ച പറഞ്ഞോളൂ. സാധനോ. അതെ, അതിന്റെ അകത്ത് എന്താ മൊറാലിറ്റി? എന്താ സംഭവം? ആർക്കാ വേണ്ടേ മൊറാലിറ്റി വേണ്ടത് ക്രൈസ്തവന്റെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാര്യയെ നിനക്ക് അനുവദിച്ചു തന്ന, മോമനല്ല മൂമിനിങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ആയത്ത്. 5-ന്റെ നെഞ്ചും പ്രകാരം. അതെ. അപ്പൊ അത് ആണ് തസീമിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അനുഭവിച്ചു കൊടുക്കുന്നത് ശരിയാണോ? അത് പതിവ്രത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സ്ത്രീ എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ കല്യാണം കഴിഞ്ഞ സ്ത്രീയെ അനുഭവിച്ചു കൊടുത്തിരിക്കുന്നു അത്രേ. ഇതിനെ നമ്മൾ പച്ച മലയാളത്തിൽ വ്യഭിചാരം എന്നല്ലേ പറയുക? വ്യഭിചരിക്കാനുള്ള പെർമിഷൻ കൊടുത്തു എന്ന് തന്നെയല്ലേ പറയേണ്ടത്? അതെ അതെ, നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യഭിചാരം എന്ന് പറയാം, അവരുടെ കാഴ്ചപ്പാടിൽ അത് സുന്നത്താണ്. അതാണ്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഒരു മാനുഷിക പരിഗണന വെച്ച് ഇത് സുന്നത്താണോ വ്യഭിചാരമാണോ? മതം മാറ്റി നിർത്തിയിട്ട്. മതം മാറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് പക്കാ വ്യഭിചാരമാണ്. ഇത്രയേ ഉള്ളൂ. ഇത് മാത്രം നമുക്ക് കേൾക്കേണ്ടതുള്ളൂ. പക്ഷെ കേൾക്കേണ്ടിയിരുന്നത് ആരുടെയെങ്കിലും വായിൽ നിന്നായിരുന്നു അവരുടെ. പക്ഷെ ആരും ഉത്തരം പറയാൻ കൂട്ടാക്കാതെ എല്ലാവരും മാളത്തിൽ. അത് വേറൊരു കാര്യമുണ്ട്. ഈ എക്സ് മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഈ പുള്ളി അന്ത്യനാളിൽ എനിക്ക് ശുപാർശ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം കിടപ്പുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ പറയാം, നിങ്ങൾ ഹദീസുകൾ മുഴുവനും എടുത്ത് വായിച്ചോ, ഒറ്റ ഹദീസ് പോലും ജിബ്രീൽ എന്നോട് സുവിശേഷം അറിയിച്ചു എന്നുള്ള ഒരു ഹദീസ് കിട്ടത്തില്ല. നിങ്ങൾ മുഴുവൻ ഹദീസ് ഞാൻ വെക്കുന്നു, ചലഞ്ച് ചെയ്തോ. പക്ഷെ ഒരു ഹദീസ് മാത്രം അതിന്റെ അകത്ത് സുവിശേഷം അറിയിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാവോ? മുഹമ്മദിനോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസുള്ളൂ. ഞാൻ യാത്രയിലാണെങ്കിലും പറയാണ്, സ്വഹീഹുൽ ബുഖാരി അധ്യായം 30 ഹദീസ് നമ്പർ 1333 പേജ് 73 സുന്നികൾ ഇറക്കിയിരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയാണ്, സുന്നികൾ ഇറക്കിയിരിക്കുന്ന പുസ്തകം. എന്താണ് ആ സുവിശേഷം? കേക്കട്ടെ. അന്തപ്പടി നിവേദനമാണ്. എല്ലാവരെയും നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. അല്ല, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത്. വ്യഭിചരിച്ചാലും മോട്ടിച്ചാലും കൊലപാതകം ചെയ്താലും കുഴപ്പമില്ല, അള്ളാഹുവിനോട് നിങ്ങൾ പങ്കു ചേർക്കരുത്. ഓക്കെ, ഈ ഒരൊറ്റ ഹദീസ് മാത്രമേ നിങ്ങൾ ബുഖാരിക്കകത്ത് നോക്കിയാൽ കാണത്തുള്ളൂ എന്നോട് സുവിശേഷം അറിയിച്ചോളൂ. അപ്പോൾ ഈ മറവി രോഗമുള്ള അള്ളാഹുവിന്റെ അടുത്ത് മയ്യത്തായിട്ട് ജബ്ബാർ, സുക്കൂർ, ഖാദർ, മുഹമ്മദ്, പോക്കർ, നിക്കർ, ആമിന, ആയിഷ, ഖദീജ എല്ലാം ചെന്നു. ഇവരെല്ലാരും നിരീശ്വരവാദികളാ, യുക്തിവാദികളല്ല, നിരീശ്വരവാദികളാ. ഇവരവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേനും ആണ് ഈ ഡില്ലണ്ടൻ ചെണ്ടയും കൊട്ടി അള്ളാഹു വരുന്നത് ന്യായവിധിക്ക് വരുമ്പോഴത്തേനും പറയാണ്, നീ എന്നെ തെറി പറഞ്ഞവനല്ലേ, നീ എന്നെ തെറി പറഞ്ഞവളല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവര് പറയും, അല്ലയോ ഓർമ്മക്കുറവുള്ള അള്ളാഹുവേ, അങ്ങേക്ക് ഓർമ്മയില്ലാതായോ? എന്താണ് പിള്ള പറ, സുക്കുറ, ഖാദർ, മുഹമ്മദ്, പോക്കർ, നിക്കർ, ജബ്ബാർ, ആമിന, ആയിഷ പറയൂ, എന്താണ് വിഷയം എന്ന് ചോദിക്കുമ്പോഴത്തേനും പറയും,
അങ്ങയുടെ ദൂതനോട് തിരുദൂതനോട് പറഞ്ഞ ഒരു ആയത്ത് ഓർക്കുന്നുണ്ടോ? ഒരു ഹദീസ് ഓർക്കുന്നുണ്ടോ? എന്ത്? അള്ളാഹുവിനോട് പങ്കുചേർക്കരുതെന്ന്. അതെ, ഞങ്ങൾ ഇവിടെ വിട്ടുപോയി. പക്ഷെ അങ്ങേക്കൊരു മകനുണ്ടെന്നോ മകളുണ്ടെന്നോ അള്ളാഹുവിനോട് തുല്യനായി മറ്റാരെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പോഴാണ് അള്ളാഹുവിന് മറവി രോഗം പിശാച് മാറ്റി കൊടുക്കുന്നത്, ഇബ്ലീസ് മാറ്റി കൊടുക്കുന്നതാ. കാരണം ഇബ്ലീസ് ആണ് മറവി ഉണ്ടാക്കുന്നത്. അള്ളാഹു ചില സമയത്ത് ഓർക്കത്തുള്ളൂ. ചിലപ്പോ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന മറവിയുടെ ഇത് വിട്ടുകൊടുക്കും. അപ്പൊ ഇബ്ലീസ് വിട്ടുകൊടുക്കുമ്പോ അള്ളാഹു ചിന്തിക്കുക, അല്ലടാ പുള്ളേ, ശരിയാണല്ല, ഇവന്മാരാരും സുക്കൂർ ഖാദർ മുഹമ്മദ് ബോക്കർ നിക്കർ ജബ്ബാർ ആയിഷ ആമിനെ ആരും ഇതുവരെ ആയിട്ട് എനിക്കൊരു മകനുണ്ടെന്നോ എന്നോട് പങ്കുചേർക്കുകയോ ചെയ്തിട്ടില്ല. എവിടെ, ആരെവിടെ? വരുവിൻ, 10,27,000 ഹൂറികൾ കൊണ്ടുപോകൂ ഇവരെ. അപ്പോൾ തന്നെ ജന്നത്തിൽ അവർക്ക് സ്ഥാനം ഒരുക്കി. മനസ്സിലായ? അതുകൊണ്ട് ഇവർക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഇത്രത്തോളം തെറി പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ആരെയും പങ്കു ചേർത്തിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഇപ്പൊ കബറിൽ കിടന്ന് മുൻകീറിന്റെ നക്കീറിന്റെ അടിമേടിച്ച് 8 10 പട്ടും പണ്ടാരമായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ ഒടുക്കത്തെ പ്രവാചകൻ ആദ്യമേ എഴുന്നേറ്റ് ബ്രഷ് കൊണ്ട് മുഖത്തെ മണ്ണ് മാറ്റി മുകളിലേക്ക് കയറി വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ശുപാർശ ചെയ്യുന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് സുഹൃത്തുക്കളെ, ഇപ്പോഴും കിടക്കുകയാണ്. അതുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കളെ, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് പഠിക്കുക. ആകെ ഒറ്റ ഹദീസേ ഉള്ളൂ സുവിശേഷം അറിയിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി എന്താ പറയാനുള്ള? എന്നാലും നീ നമ്മുടെ പേര് മറന്നുപോയല്ലോ. ജബ്ബർ, കാക്കർ, പൂക്കർ എല്ലാവരുടെയും പേര് പറഞ്ഞു. നീ ഞമ്മന്റെ പേര് മാത്രം മറന്നുപോയി. ഉസ്മാന്റെ പേര് മറന്നുപോയി. അതൊട്ടും ശരിയായില്ല. ആരും മിണ്ടണില്ലേ? ഒന്നും കേൾക്കണില്ല. എല്ലാം നിശബ്ദമായല്ലോ. അജീഷ് ബ്രദറിന്റെ വാക്ക് കേട്ട ഉടനെ എല്ലാവരും നിശബ്ദരായി. അജീഷ് ബ്രദറിനെ കാണുന്ന ചിലർ ഇറങ്ങി ഓടാറുണ്ട്. പക്ഷെ നിശബ്ദമാകുന്നത് എന്താണ് കാരണം? ഇവിടെ അതെന്താ അജീഷിനെ കാണുമ്പോ എല്ലാവരും ഓടുന്ന? ഭീകരവാദിയാണോ? അജീഷ് ബ്രദറിന് മൈക്ക് കാണുന്നില്ല, സംസാരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. ഉസ്മാനിക്ക, അതെ, അജീഷ് ബ്രദറിന്റെ വാക്കുകൾ ബോംബ് പോലെ ചെന്ന് അവരുടെ മേലിലോട്ട് പതിക്കുന്നു. അൽഫാം വെന്തില്ല, അൽഫാം വെന്തില്ല. അസലായി അലക്കും. മായി പോകരുതേ, ആരെങ്കിലും സംസാരിക്കണേ. അജീഷ് ബ്രദറിന്റെ മൈക്ക് ഇപ്പൊ കണ്ടു. അജീഷ് ബ്രദർ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നോ? കുറച്ച് പോകാൻ കേട്ടിട്ടില്ല കേട്ടോ ബ്രദറെ. അജീഷ് ബ്രദർ യാത്രയാണോ? വണ്ടി ഓടിക്കും? യാത്ര എവിടെ വരെ കേട്ടു നിങ്ങള്? കേട്ട് എല്ലാം കേട്ടു. എല്ലാം കേട്ടു. അല്ല, അത് കഴിഞ്ഞ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മൈക്ക് കാണുന്നില്ലായിരുന്നു ബ്രദറെ, അതുകൊണ്ടാണ് പറഞ്ഞത്.
അത് കഴിഞ്ഞ് വല്ലതും പറയുന്നുണ്ടായിരുന്നേ ഞങ്ങള്. ആണോ? പിന്നെ കുറച്ചു നേരത്തേക്ക് അത് മൈക്ക് ഞാൻ ഓണായിരുന്നു. യാത്രയല്ല, ചിലപ്പോ റേഞ്ച് ഉണ്ടായിരുന്നു. കൊടുത്തോട്ടം മാസ്റ്റർ ഉണ്ടോ? കൊടുത്തോട്ടം മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? കൊടുത്തോട്ടം മാസ്റ്റർ കേൾക്കുന്നുണ്ടോ? നഹി ഹാജർ ബിൻ നബി. ആ വറക്ക ആരാ? വറക്ക വർക്ക നമ്മുടെ വർക്കിയാണ്. വർക്കല്ല വർക്കി. അല്ല, ഒരു വർക്കുണ്ട് ഒരു അച്ഛമ്മച്ചായ. വറക്ക. ഇപ്പൊ ഇത് രണ്ടുപേരും ഈ കാണിച്ചു. അച്ചമച്ചായ മാനത്തോട്ട് നോക്കിയിരുന്നിട്ട് സംസാരിക്കരുത്. ഇപ്പൊ ഒരാൾ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വറക്ക ആരാണെന്ന്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടില്ല. അയ്യോ, നമുക്ക് വർക്ക് എടുക്കാം. ഞാൻ വിളിച്ചായിരുന്നു ബ്രദറെ, വർക്കൊക്കെ വന്നില്ല എളുപ്പ വന്നില്ല. ഞാൻ എടുത്തായിരുന്നു. കണ്ടുപിടിക്കാമല്ലോ. നമ്മളെ വർക്ക നമ്മുടെ ഒരു സഹോദരനല്ലയോ? ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആരും ആ പേരിട്ടോണ്ട് വരില്ലല്ലോ. ആരായാലും മേളിലേക്ക് വരുന്നില്ലല്ലോ. അത് 2 പ്രാവശ്യം കൈ ഉയർത്തിയായിരുന്നു ബ്രദറെ. ഞാൻ 2 പ്രാവശ്യം എടുത്തായിരുന്നു. 2 പ്രാവശ്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇറങ്ങുവാണേ. ഇറങ്ങിക്കോളൂ. അങ്ങനെ നമുക്കുള്ള അസ്ലാം വന്നിട്ടുണ്ട്. 1 മണിയാകുമ്പോ അസ്ലാം വരും. 1-2 ആകുമ്പോ അസ്ലാം പോകും. ിലേക്ക് വരണേ കൂട്ടുകാരാ. അസ്ലാമിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. കുറെ നാളുകൊണ്ട് ഞാൻ ക്ഷണിക്കുന്നുണ്ട്. ആള് ക്ഷണിച്ച അപ്പോഴേ ഇറങ്ങിപ്പോവും. പറയാൻ വേണ്ടി ഒരാളുണ്ട്, ഉസ്മാൻ. ഇതിനെ കുറിച്ച് ഹലാലെന്ന് പറയാൻ പോലും ഒരാൾ വരുന്നില്ല. ഉസ്മാൻ കുറച്ച് അങ്ങനെ തിരക്കിലാണ്. ഉസ്മാൻ കുറച്ച് തിരക്കിലാണ്. ഓനെ മരിത്തുൽ കിബിത്തിയെ കുറിച്ച് ഓങ്ങൾ പറഞ്ഞു, നമ്മൾ കേൾക്കാം. അത് ഹലാലാണ്. ഇന്നലെയൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നു. അത് ഹലാലാണെന്നും പറഞ്ഞു. ഹഫ്സ ബീവി തിരിച്ചു വന്നപ്പോൾ വിരിപ്പിൽ കണ്ടതെന്താണെന്ന് ഓൻ പറഞ്ഞു തുടങ്ങിക്കോ, നമ്മൾ കേൾക്കാം. അല്ലേ മാതൃക കാണിച്ചു കൊടുത്തതല്ലേ? ഉത്തമ മാതൃകയല്ലേ പിടിച്ചു പറിക്കുന്നതില്? ഇവിടെ പറയാണ് ജനങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന വിധത്തില് വലിപ്പമുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ വിലവെടുപ്പുള്ള എന്തെങ്കിലും പിടിച്ചു പറിക്കുന്നവര് സത്യവിശ്വാസിയായിരിക്കും. എന്റെ ചോദ്യം, മുഹമ്മദ് ഒന്നും ചെയ്തിട്ടില്ല. മുഹമ്മദ് ചെയ്തത്ര വേറെ ആരാ ചെയ്തത്? പറിക്കുന്ന സമയത്ത് സത്യവിശ്വാസി അല്ലെന്നേ ഉള്ളു. ആ ഒരു നിമിഷം കുഴപ്പമില്ല. അപ്പൊ മുഹമ്മദ് ഒരു നിമിഷത്തേക്ക് സത്യവിശ്വാസി അല്ലാതായെന്നാണ് പറഞ്ഞത്. ഒരു നിമിഷത്തേക്ക് ആ വ്യഭിചാരം ചെയ്യുന്ന സമയം ചിലപ്പം എതിരെയാ, സമയം പറയാനൊക്കത്തില്ലല്ലോ. എനിവേ, അത്രയും നേരം അല്ല, അത് കഴിയുമ്പോൾ ആയിക്കോളും. അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഈ മേലെ. വീട്ടിലെ കാരണവർക്ക് അടുപ്പിൽ പോകാന്നുള്ളതാണോ മുഹമ്മദിനെ കുറിച്ച്? അടുപ്പിൽ ഊതാവുന്നു വിശ്വാസികൾ ചെയ്യാൻ പാടില്ല, മുഹമ്മദിന് ചെയ്യാമെന്നുള്ള പ്രത്യേക ആയത്ത് ഇറക്കിയിട്ടില്ലേ അള്ളാഹു? നിനക്ക് മാത്രം ചെയ്യാം, മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ പാടില്ല. മുഹമ്മദ് ഏകദേശം 61-ലധികം സ്ത്രീകളുമായി ബന്ധപ്പെട്ടു. സാധാരണക്കാർക്ക് ഒരു 4 അനുവദിച്ചു കൊടുത്തുള്ളൂ. അപ്പോ പ്രത്യേക പരിഗണന മുഹമ്മദിന് അള്ളാഹു അനുവദിച്ചു കൊടുത്തില്ലേ? അപ്പൊ മുഹമ്മദിനെല്ലാം ചെയ്തുകൂടെ? വിശ്വാസികളല്ലേ ചെയ്യാൻ പാടില്ലാത്തതുള്ളൂ? മുഹമ്മദിന് അങ്ങനെയുള്ള വിലക്കില്ലല്ലോ. മുഹമ്മദിന് എന്തെങ്കിലും വിലക്കിയിട്ടുണ്ടോ? അള്ളാഹു എല്ലാം അനുവദിച്ചു കൊടുത്തില്ലേ? മറ്റുള്ള വിശ്വാസികൾ ചെയ്യാൻ പാടില്ല മാരിയത്തിനെ ചെയ്തതുപോലെ, മറ്റു വിശ്വാസികൾ ചെയ്യാൻ പാടില്ല സൈനബിനെ ചെയ്തതുപോലെ, മറ്റ് വ്യക്തികൾ ചെയ്യാൻ പാടില്ല സൈനബിനെ ചെയ്തത് മറ്റെവിടെ എന്താണ് മറ്റ് പല സ്ത്രീകളെയും ചെയ്തതുപോലെ. മുഹമ്മദ് നിക്കാഹ് കഴിച്ചത് 19 എണ്ണാന്നാ പറയുന്നത്. 19 എണ്ണം. അത് മറ്റുള്ളവർക്ക് അനുവദനീയാണോ? അല്ലല്ലോ. മുഹമ്മദിന് മാത്രം പ്രത്യേകമായ പരിഗണന അള്ളാഹു അനുവദിച്ചില്ലേ? വിശ്വാസികൾക്കില്ലാത്തത്. അപ്പോ അതുകൊണ്ട് കൊള്ളയോ കൊലപാതകമോ എല്ലാം മുഹമ്മദ് നബിക്ക് അനുവദനീയമാണ്.
മുഹമ്മദ് നബി ആണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്ത് എത്ര 90-ലധികം യുദ്ധങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഹദീസുകാരിൽ പറയുന്നത്. അപ്പൊ എല്ലാം അനുവദനീയമാണ്. കൊള്ളയടി, പെണ്ണുപിടി, വ്യഭിചാരം, ബലാത്സംഗം എല്ലാം അനുവദിക്കപ്പെട്ടിരിക്കുന്നു മുഹമ്മദിന്. മുഹമ്മദിനെ മാത്രം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനെ ചോദ്യം ചെയ്യാലും നിങ്ങൾ മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് വായിച്ചിട്ടില്ലേ? അള്ളാഹുവിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷേ ആരെ ചോദ്യം ചെയ്യാൻ പാടില്ല? മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതിനെ വിഷമിപ്പിക്കാൻ പാടില്ല. വിഷമിപ്പിക്കാൻ പാടില്ല. ഒരു വിഷമം ഉണ്ടാകാതിരിക്കാനാണ് ഇതെല്ലാം. അള്ളാഹു ഇതൊക്കെ ചെയ്തു കൊടുത്തതിനാ, മനസ്സിലായ? പിന്നെ നിങ്ങൾ എങ്ങനെയാ വിഷമിപ്പിക്കുന്നതിന്? അള്ളാഹു പോലും ഇഷ്ടമില്ല, അള്ളാഹു പോലും വിഷമിപ്പിക്കുന്നില്ല മുഹമ്മദിനെ. നിനക്ക് വേണ്ടി എന്താണെങ്കിലും അങ്ങ് തരിക, കാരണം നിനക്ക് യാതൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല, ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഈ കാര്യത്തിൽ എന്നാ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഞങ്ങൾ അനുവദിക്കത്തില്ല കേട്ടോ. ഗ്രൂപ്പിലെ ഓസ്ട്രേലിയയിലെ ചില ന്യൂസ് പറയാം. ഇവിടെ മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. മുസ്ലിം വോട്ട് മാറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഇവരിപ്പോൾ ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള നീക്കമാണ്, മുസ്ലിം ലീഗൊക്കെ പോലെ. മറ്റൊരു കാര്യം, ഇവിടെ ഡട്ടൺ എന്ന് പറഞ്ഞ ഓപ്പോസിഷൻ ലീഡർ പലസ്തീനിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളെ കൊണ്ടുവരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞതിന് അയാളെ ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററും ഭരണകക്ഷി അംഗങ്ങളും അല്ലാത്തവരും ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റും എല്ലാം കൂടെ ഓടിച്ചിട്ട് വോട്ട് ചെയ്യുകയാണ്. അയാളെ നിർത്തിപ്പൊരിക്കുക. ഇവന്മാരൊക്കെ അനുഭവിച്ച് പഠിക്കും. $25 മില്യൺ ഇവിടെ ഈ പലസ്തീനു വേണ്ടി അതിൻ്റെ പ്രൊട്ടസ്റ്റ് ചെയ്തതിന് ഇവിടെ ചിലവായിരിക്കുന്നത്. $25 മില്യൺ ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട്. കഴിഞ്ഞ 2 വീക്സിൽ വിക്ടോറിയയിൽ, മെൽബണിൽ അവിടുത്തെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ട കണക്കാണ്. 25 മില്യൺ, അതായത് ഏകദേശം നമ്മുടെ 75 കോടി രൂപ പോലീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർ ടൈം ചെയ്യിച്ചതിനും, പോലീസ് ഓവർനൈറ്റ് 24 hours 2 ആഴ്ച ഇവന്മാർ പ്രൊട്ടസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് പോലീസ് ഫോഴ്സ് ഓവർനൈറ്റൊക്കെ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്തതിനെല്ലാം കൂടെ അവർ കണക്ക് കൂട്ടിരിക്കുന്ന മൊത്തം വന്ന ചെലവ് 75 കോടി രൂപ. അപ്പോൾ ഇങ്ങനെ ഈ ചെന്ന് കയറുന്നിടത്തെല്ലാം ഇതൊരു ബാധ്യതയായിട്ട് മാറുന്ന ഒരു സമൂഹമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടുത്തെ അവരുടെ ചോദ്യം, ഇവള് പറഞ്ഞത് ഒരു പീസ് ഓസ്ട്രേലിയയുടെ സമാധാനത്തിനെ ബാധിക്കുമെന്നാണ് ഡട്ടൺ പറഞ്ഞത്. അപ്പം അവരുടെ ഒരു മുസ്ലിം നേതാവ് ചോദിച്ചത്, അവിടുന്ന് യുദ്ധത്തിൽ ചാകാതെ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നവരാണോ നിങ്ങൾക്ക് ഭീഷണിയാകുന്നെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഓസ്ട്രേലിയൻസ്, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സാധാരണക്കാർ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വളരെ നിഷ്പക്ഷമായിട്ട് അവരുടെ അഭിപ്രായം, അങ്ങനെയുള്ളവരെ നമ്മൾ രക്ഷിക്കേണ്ടതെന്നാണ് അവരുടെ ചോദ്യം. അവരല്ലാതെ ഇതിൻ്റെ റിലീജിയനോ ഇങ്ങനൊന്നും ഇവരെ ഫസ്റ്റ് ചിന്തിക്കത്തില്ലെന്നുള്ളതാണ് ഒരു സത്യം. ഇവർക്ക് ഈ റിലീജിയൻ, മതമെന്നും അല്ലെങ്കിൽ വർണ്ണവും വർഗവും ഒക്കെ പറയുന്നത് തന്നെ ഒരു 80% ആളുകൾക്കും എതിർപ്പാണ്. അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ അവർക്ക് താല്പര്യം. നോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ്. അപ്പം ഇവർക്ക് ഇതിൻ്റെ ചരിത്രമോ ഇസ്ലാം എന്താണെന്നോ ഇതൊന്നും അറിയത്തില്ല. അതാണ് ഇതിനകത്തെ ഒരു കാര്യം. അപ്പം ഈ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലും ഇവിടെയൊക്കെ സംഭവിക്കുന്ന പ്രശ്നം ഇതാണ്. ഇവരെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനായിട്ട് ക്രിസ്ത്യൻസ് ആയാലും ആരായാലും കുറേ എക്സ്ട്രീമായിട്ടുള്ള ചിന്താഗതി ഉള്ളവർ തന്നെ ഇവരെ ബോധവൽക്കരിക്കുക രക്ഷയുള്ളെന്നാണ്. അല്ലെങ്കിൽ ആ എക്സ്ട്രീമായിട്ടുള്ള രീതിയിൽ
അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ചെയ്താലേ ഉള്ളൂ ഇവരിത് പഠിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു മുസ്ലിം വിപ്ലവകരമായ എന്തെങ്കിലും അല്ലെങ്കിൽ തീവ്രവാദപരമായ എന്തെങ്കിലും ചെയ്താലും അതെല്ലാം എന്താ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിൽ അവരങ്ങ് ചിത്രീകരിക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം ഇത് എന്താ പറയുന്നത് അറിയാത്ത പിള്ള ചൊറിയുമ്പം അറിയൂ എന്ന് പറഞ്ഞതുപോലെ ഇവർ ഇത് കാലങ്ങളെടുത്തേ പഠിക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡട്ടൻ പ്രതിപക്ഷ ലിബറൽ പാർട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കൗൺസിലിൻ്റെ വോട്ട് ചെയ്തു, പക്ഷേ ലിബറൽ പാർട്ടിക്ക് ഇവിടെ സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ഇലക്ഷൻ, ഒരാഴ്ചയുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയി വോട്ട് ചെയ്താൽ മതി. ഇവിടെ സ്ഥാനാർത്ഥി പോലും ഇല്ല. അപ്പോൾ ഇവർ അധികാരത്തിൽ വരുമെന്നുള്ള വളരെ സാധ്യത കുറവാണ്. ലിബറൽസ് ഇപ്പം ലേബർ പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്, അത് ലേബറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത് നമ്മുടെ കമ്മ്യൂണിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ എല്ലാം ചോദ്യം ആളുകൾ മരിക്കുന്നത് നല്ലതാണോ? അല്ല, അതിനോട് യോജിപ്പില്ലല്ലോ. പക്ഷേ ഈ കൊന്ന ചരിത്രമോ ഇസ്ലാം എന്താണ് ഈ ലോകത്തിൽ ചെയ്തതെന്നുള്ളതൊന്നും ഇവരാരും, അത് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇസ്ലാം വോട്ട് മാറ്റേഴ്സ് എന്നുള്ളതായിരിക്കാം അതിനെ ചിന്തിപ്പിക്കുന്നത്. ഏതായാലും ഭയങ്കര വിചിത്രമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം എന്താ പറഞ്ഞേ, അനുഭവിക്കുമ്പോൾ പഠിക്കട്ടെ, അല്ലാതെ ഇപ്പം എന്നാ പറയാനാ. ഒരു ക്രിസ്ത്യൻ സംഘടനയൊക്കെ ഇങ്ങനെ ഫോമായി വരുന്നുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യാൻ ഒക്കുമായിരിക്കും. ഓക്കെ, പ്രാർത്ഥിക്കുക, ഓസ്ട്രേലിയ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക്സ്. കുറുവിതര, ഇസ്ലാം എന്താണെന്നുള്ളത് നമ്മൾ അവരുടെ മതഗ്രന്ഥങ്ങളോ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതായത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സത്യാവസ്ഥ ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നീട് ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവരെ അറിയിക്കാനും ശ്രമിക്കും. ഇത് ഭീകരതയാണ് എന്നറിയിക്കാൻ ശ്രമിക്കും. ഇപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഇസ്ലാമിനെ പറ്റി നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ പല വോളിയങ്ങളുണ്ട്, സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ പല വോളിയങ്ങളുണ്ട്. ഹിന്ദുയിസത്തിനെതിരെ പറഞ്ഞിട്ടുള്ളതാണ് മിക്ക സാധനങ്ങളും. 1-ാം വോളിയം, 2-ാം വോളിയം, 3-ാം വോളിയം, പല പല വിഷയങ്ങളാണ്. എന്നാൽ ഈ വോളിയം നമ്പർ 15 എന്ന് പറയുന്നത് ഇസ്ലാമിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം 15 എന്ന് പറയുന്നത് പാകിസ്ഥാൻ അഥവാ ഭാരതത്തിന്റെ വിഭജനം. അതിൻ്റെ അകത്ത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അടിത്തറ തന്നെ എന്ന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വേണേ അത് സമയം പോലെ അത് ഓരോന്ന് വേണം വായിച്ച് ചെയ്യിപ്പിക്കാം. നമ്മൾ ഇന്ന് പറയുന്നതിന്റെ 4 ഇരട്ടിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാത്രമല്ല കേട്ടോ, ഒരുപാട് ആളുകൾ, ആനി ബസന്റ് പോലുള്ള ആളുകളൊക്കെ പണ്ട് കാലത്ത് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇവരുടെ മതത്തോടുള്ള കൂറ്, അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഇത്രയധികം അധിനിവേശങ്ങൾ ഉണ്ടായിട്ടും ഇവിടെയുള്ള മുസ്ലിങ്ങൾ അതിനെ ഓർത്ത് ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം അതൊക്കെ മതത്തിന്റെ ഭാഗമാണെന്ന് അവർക്കറിയാം. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം പറയുന്ന കാര്യമാണ്. ഇവിടെ അനേക അധിനിവേശങ്ങൾ എത്ര ആണെന്നാലും നിങ്ങൾ കണ്ടോ, ഇവിടെയുള്ള ഒറ്റ മുസ്ലിമും അതിനെ എതിർത്ത് പറയാനോ പകരം അതിനെ ന്യായീകരിക്കാനേ പോകുന്നുള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ ഈ പാലസ്തീൻ വിഷയം വന്നു, ഇവിടെയുള്ള എത്ര പേര് പാലസ്തീനെ പ്രതിരോധിച്ചുകൊണ്ട് എത്ര പേര് റൂമിട്ട് സംസാരിക്കും? ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ, ഞാൻ പറഞ്ഞ മതം പഠിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം പാലസ്തീനെ എതിർത്തുകൊണ്ട് പറയുന്നതായിട്ടുണ്ടോ? പകരമൊക്കെ നമ്മൾ കണ്ടത് ഈ ഹമാസിന്റെ ഒക്കെ ആകട്ടെ, പാലസ്തീൻ വിഷയങ്ങളാകട്ടെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊക്കെയാണ് യഥാർത്ഥ നായകന്മാരെന്ന് പറഞ്ഞാണ് ഓരോ സോഷ്യൽ മീഡിയയിലും ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഒരു 1-2 കാര്യങ്ങൾ ഞാൻ വായിച്ചേപ്പിക്കാം. അദ്ദേഹം ഈ പാകിസ്ഥാൻ അഥവാ ഇന്ത്യൻ വിഭജനത്തിനകത്ത് പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ വായിച്ചേപ്പിക്കാം.
ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത്, പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത് ജഗത് പ്രകാശ് എന്ന് പറയുന്ന ഒരു വിവർത്തനമാണ്. അതായത് പാകിസ്ഥാൻ അഥവാ ഇന്ത്യൻ വിഭജനത്തിന്റെ പുനരാഖ്യാനം ജയപ്രകാശ് അദ്ദേഹം ഈ പുസ്തകത്തെ അവലംബമാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു തരണം. അതിന്റെ പേജ് നമ്പർ 12 പറയുന്നത് ഇങ്ങനെയാണ്. ആമുഖത്തിൽ അംബേദ്കർ ഇങ്ങനെ പറയുന്നു: പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം കേവലം ഒരു രാഷ്ട്രീയ വിഭ്രാന്തിയുടെയോ അധികാരമോഹത്തിന്റെയോ ഫലമല്ലെന്നും തികച്ചും അന്തർലീനമായ മതബോധനത്തിന്റെയും സ്വത്വചിന്തയുടെയും കാലാകാലങ്ങളായുള്ള വിശ്വാസ പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും എനിക്ക് തികച്ചു ബോധ്യമുണ്ടായിരുന്നു. അംബേദ്കറിന്റെ ബോധ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കേവലം ഒരു രാഷ്ട്രീയ വിഭ്രാന്തി അല്ല, ഇതിന് മതബോധത്തിന്റെയും സ്വത്വചിന്തയുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനമുണ്ടെന്ന്, മുസ്ലിം വിശ്വാസ പ്രമാണങ്ങളുടെയൊക്കെ അടിസ്ഥാനമുണ്ട്. മുസ്ലിം എന്ന സ്വത്വബോധം ജീവശാസ്ത്രപരമായ തന്നെ ആ സമൂഹത്തിൽ വളരെയധികം ആഴത്തിൽ വേറിറങ്ങിയ ഒരു ചിന്ത തന്നെയാണ്. ഈ ചിന്തയാണ് ഒരു മനുഷ്യരാഷ്ട്രത്തിന് അടിസ്ഥാനമായി, ഒരു മതരാഷ്ട്രത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഇനി അംബേദ്കർ ഇസ്ലാമിന്റെ മതശാസ്ത്രത്തെ കൂടി തിരിച്ചറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അംബേദ്കർ മുസ്ലിം മതരാഷ്ട്രം കൂടി തിരിച്ചറിയുന്നുണ്ട്. ഒരു സ്ഥലത്തും ഒന്നിച്ച് അധിവസിച്ചുകൊണ്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു സ്ഥലത്തും ഒന്നിച്ച് അധിവസിച്ചുകൊണ്ടോ ഒരു വംശീയ പാരമ്പര്യത്തിൽ നിന്ന് വന്നവരായതുകൊണ്ടോ ഒരേ ഭാഷ സംസാരിച്ചതുകൊണ്ടോ ഒന്നും ഒരുമ വരണമെന്നില്ല. ആയതിനാൽ തമ്മിൽ യാതൊരു പൊരുത്തവും ഇല്ലാത്ത, പരസ്പര സഹിഷ്ണുത ഇല്ലാതെ പൊതുവായ എത്രയോ ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഒരു ജനവിഭാഗത്തിന് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മുസ്ലിങ്ങൾ അവരുടെ മതരാഷ്ട്രം ഉയർത്തുന്നതിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. ഇനി അടുത്ത പേജ് നമ്പർ 16 പറയുന്നത്, അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്: മുസ്ലിം ഭൂരിപക്ഷത്തിന് കീഴിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ സർവവും എന്തെങ്കിലും നഷ്ടപ്പെടും എന്നത് തീർച്ചയാണ്. ഇത് അംബേദ്കറിന്റെ ഒരു പ്രവചനമായിരുന്നത്. അങ്ങനെ തന്നെയാ പറയുന്നത്. അദ്ദേഹം പ്രവചിച്ചൊരു കാര്യമാണെന്ന് പറയുന്ന കാര്യം. മുസ്ലിം ഭൂരിപക്ഷത്തിന് കീഴിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ സർവവും എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. അംബേദ്കറുടെ ഈ നിരീക്ഷണം പിൽക്കാലത്ത് പാകിസ്ഥാൻ രൂപീകരിച്ചതിന് ശേഷം ശരിയായി. ഇതേപോലെ നിരവധി സംഭവങ്ങളുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല, ഞാൻ ഓരോന്ന് ഓടിച്ചോടിച്ച് വായിക്കാം. 18-ാം പേജിൽ പറയുന്ന കാര്യം: പാകിസ്ഥാൻ വാദം ചർച്ച ചെയ്യുമ്പോൾ അംബേദ്കർ സ്വീകരിച്ച സമീപനം മുസ്ലിം സമൂഹത്തിന്റെ മനഃശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇസ്ലാമിക പ്രബോധനങ്ങളിലൂടെ കലഹിക്കുന്ന യുക്തിമായ ചിന്തകളെ അക്രമത്തിന്റെ മാർഗത്തിലൂടെ അടിച്ചമർത്തുന്ന ഒരു ചിത്രമാണ് ലോക എല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്. അവരുടെ വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുന്ന അസഹിഷ്ണുതയാണ് ഇതിന് പിന്നിലുള്ള കാരണം. മനുഷ്യരാശി ഇന്ന് വരെ ഉള്ളതിൽ വെച്ചിൽ ഏറ്റവും ഭാരം കൂടിയ ഒരു വിശ്വാസ സംഹിത തലയിൽ പേറി നടക്കുന്നവരാണ് ഇസ്ലാം മതവിശ്വാസികൾ. ഒരു മതവിശ്വാസിയെ സംബന്ധിച്ച് അത് മനോഹരമായിട്ട് തോന്നുമെങ്കിലും, അതായത് ഇസ്ലാം മതവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഈ മതം എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്, അത് മനോഹരമായിട്ട് തോന്നുമെങ്കിലും മറ്റു വിശ്വാസികൾക്കും ലോക സമാധാനത്തിന് ഇത് വലിയ ഭീഷണിയാണ്. സാഹോദര്യവും സഹവർത്തിത്വവും ഇസ്ലാം സമൂഹത്തിനിടയിൽ മാത്രം മതി എന്ന് അവന്റെ മതം പഠിപ്പിച്ചതിനാൽ, ശ്രദ്ധിച്ചു കേൾക്കണം, സാഹോദര്യത്തെക്കുറിച്ചും സഹവർത്തത്തെക്കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവന്റെ മതം, അതായത് ആ സമൂഹത്തിനിടയിൽ മാത്രം, ഇസ്ലാം സമൂഹത്തിനിടയിൽ മാത്രം മതി എന്ന് അവന്റെ മതം പഠിപ്പിച്ചതിനാൽ ഭൂരിപക്ഷം വന്ന ഹിന്ദു സമൂഹത്തിനിടയിൽ തങ്ങൾ അടിച്ചമർത്തപ്പെട്ടു എന്ന മിഥ്യാധാരണ അവരിൽ കുത്തിവെക്കപ്പെട്ടു. അധികാരം എപ്പോഴും തങ്ങളുടെ കൈവശം വെക്കണമെന്നാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയവാദം. ജനാധിപത്യത്തോടുള്ള ഇസ്ലാമിന്റെ സമീപനവും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിന് വിധേയമായിട്ട് അവർക്ക് ഒരു കാലത്തും ഹിന്ദുക്കൾക്ക് നേരെ പോരാടാൻ കഴിയില്ല. അത് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. ഇന്ത്യ പോലൊരു ജനാധിപത്യം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എനിക്ക് ഇതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ഇസ്ലാം വീക്ഷണത്തിൽ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ ഉത്തരവുള്ളൂ. ഒരിക്കലും ഇന്ത്യ പോലത്തെ ജനാധിപത്യ രാജ്യത്തെ ഇസ്ലാം അംഗീകരിക്കത്തില്ല. പിന്നെ ഇവര് ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഔദാര്യത്തിലേ ജീവിക്കുന്നുള്ളൂ. ഈ ജനാധിപത്യ കാര്യങ്ങളൊന്നും ഇസ്ലാമിൽ വെച്ച് നോക്കിയാൽ മഹാ ശിർക്കാണ്. പോട്ടെ, ഞാൻ ബാക്കി വായിക്കാം.
അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ജനാധിപത്യം മതാധിപത്യത്തിന് കോട്ടം സംഭവിപ്പിക്കുന്നു, അതിനെ ദുർബലപ്പെടുത്തുന്നു, സാമൂഹിക ബഹിഷ്കരണത്തോട് ഇസ്ലാം വിശ്വാസികൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഭരണവ്യവസ്ഥയെക്കുറിച്ച് ഇസ്ലാമിന്റെ സമീപനം വളരെ വ്യക്തമായി അംബേദ്കർ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ കേട്ടോ, പേജ് നമ്പർ 19. ഏത് രാജ്യത്ത് ജനിച്ചു, എവിടെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചോളം ഒരു ചോദ്യമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഇസ്ലാമികമാണോ എന്നതാണ് ചോദ്യം. ഇസ്ലാമിക ഞാനിപ്പോ പറഞ്ഞ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ഇസ്ലാമിക നിയമപ്രകാരം ഇന്ത്യ അവരുടെ മാതൃരാജ്യമല്ല. അതായത് ഇസ്ലാമിൽ ജീവിക്കുന്ന ഏതൊരാളോടും അദ്ദേഹം പറയാണ്, ഇസ്ലാമിക നിയമപ്രകാരം ഇന്ത്യ അവരുടെ മാതൃരാജ്യമല്ല. ഇസ്ലാമിക ഭരണം വരുമ്പോൾ മാത്രമാണ് അവരുടെ രാജ്യമാകുന്നത്. ഇസ്ലാമികമല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഇന്ത്യ നിലനിൽക്കുന്നിടത്തോളം അത് മുസ്ലിങ്ങളുടെ രാജ്യമല്ല. പകരം അത് ദാറുൽ ഹറാബായിരിക്കും. ദാറുൽ ഹറബ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ഒരു രാജ്യത്ത് തുല്യരായി ജീവിക്കുന്നിടത്തോളം കാലം അത് ദാറുൽ ഇസ്ലാം അല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അതായത് അക്കാദമിക് കാഴ്ചപ്പാടിൽ മാത്രം വിലയിരുത്തരുത്, മുസ്ലിങ്ങളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം കൂടിയാണ് എന്ന് കൃത്യം അംബേദ്കർ പറയുകയും കൂടെ ചെയ്ത. ഇങ്ങനെ ഒരു മതത്തെക്കുറിച്ച്, അതായത് ഇസ്ലാമിനെ കുറിച്ച് ശരിക്ക് പഠിച്ചിട്ടുള്ള അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ കൂറ് എപ്പോഴും അവന്റെ മതം മുന്നോട്ട് വെക്കുന്ന വിശാലമായ ഇസ്ലാമിക ഖിലാഫത്തിനോടാണ്, അല്ലാതെ മനുഷ്യനിർമ്മിതമായ അതിർത്തികളിൽ ഒരു ഇസ്ലാമിക വിശ്വാസിയുടെ കൂറ് തള്ളിക്കളയാനാകില്ല. പേജ് നമ്പർ 20 അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇസ്ലാമിന്റെ ഭരണം എവിടെയുണ്ടോ അതാണ് ഒരു മുസ്ലിമിന്റെ രാജ്യം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾക്ക് ഇന്ത്യയെ തന്റെ മാതൃരാജ്യമായി സ്വീകരിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് മാത്രമല്ല, ഹിന്ദുക്കളെയും മറ്റു മതവിശ്വാസികളെയും തന്റെ സഹജീവികളായി പരിഗണിക്കാൻ അവന്റെ വിശ്വാസം ഒരിക്കലും അവനെ അനുവദിക്കുന്നില്ല. നമ്മളിതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പണ്ടേ അദ്ദേഹം മനസ്സിലാക്കി. ഇസ്ലാം സൗണ്ട് വ്യക്തമല്ല. സൗണ്ട് കേൾക്കുന്നില്ല ഫറോസ്. വ്യക്തമാക്കി മറ്റു പുസ്തകങ്ങൾ ഇറങ്ങിയിട്ട് അതില് അംബേദ്കർ ഫറൂസെ കേൾക്കുന്നില്ല. പാട്ടാ ഞാൻ പറയുന്ന എല്ലാവർക്കും ഒന്നും കേൾക്കുന്നില്ലേ? ഇല്ല, പാട്ടാ. മനസ്സ് കുറച്ചു നേരത്തേക്കൊന്നും കേട്ടില്ല. അള്ളാഹു ഇല്ലാത്തടത്തോട്ട് മാറി നിൽക്കണം. എവിടെ വരെ കേട്ടു? ഞാൻ ഒരു മിനിറ്റ് കേട്ടില്ല. ഒരു മിനിറ്റ് മുൻപോട്ട് പറഞ്ഞ അള്ളാഹു ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഒരു മിനിറ്റ് കേട്ടില്ല. ബാക്കി പറ. അതായത് ഞാൻ പറഞ്ഞത് അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം, ഈ അംബേദ്കറിന്റെ ഈ പുസ്തകം പാകിസ്ഥാൻ അഥവാ ഇന്ത്യൻ വിഭജനത്തെ ചുരുക്കി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായത് ആ പുസ്തകത്തിൽ നിന്ന് സംക്രമിച്ചിട്ട് എടുത്തിട്ടുള്ള ചില ഭാഗങ്ങൾ വെച്ചുകൊണ്ട് AG ബാബു 1-2 വിവർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തെ എത്രത്തോളം ഷോർട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം ഷോർട്ടാക്കിക്കൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് അംബേദ്കർ മാത്രമല്ല, പല ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി ഇന്ത്യയെ പറഞ്ഞ കാര്യങ്ങളും ഗാന്ധിജിയുടെ വീക്ഷണത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ വീക്ഷണത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടും അതുമൂലം ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അനേകർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സമയം പോലെ ഓരോന്ന് വായിച്ച് ചെയ്യിപ്പിക്കും. അതില് 1-2 കാര്യങ്ങൾ കേട്ടോ. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ച് ചെയ്യിപ്പിക്കാതെ ഒന്നെടുത്തോട്ടെ പുസ്തകം. സഹോദരന്മാരെ, താഴെ എന്നാ കവിയരം കാണാം. ഇത് എന്തുവാ ഇത്? ഞാൻ വന്ന് 2 മിനിറ്റ് ആയി. ഇതെന്തോ കവിയരങ്ങോ എന്തോ പരിപാടി? താഴെ കമന്റ് ബോക്സ് മുഴുവനെ എന്താ മാർട്ടലോ? മറ്റേ പുള്ളിയുടെ പേരും വായിക്കാൻ വയ്യ. അയ്യോ, കാണുന്നില്ല ഇതൊന്നും ആരും. ഞാൻ കണ്ടു. ഞാനിത് വായിക്കുന്നതിന്റെ തിരക്കിലായിപ്പോയി. ചിരി അടക്കി പിടിച്ചിട്ട് ഞാനിത് വായിച്ചോണ്ട് ഞാനിത് ആ പോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. മനസ്സിലുള്ള എഴുത്താണല്ലോ ഇത്. ഇത് DC ക്ക് കൊണ്ട് കൊടുക്കാം, അവർ പ്രസിദ്ധീകരിക്കും.
ചാക്കോ പാസ്റ്റർ കവിയരങ്ങ് കണ്ടില്ലായിരുന്നോ? ഞാൻ കണ്ട് നമ്മുടെ ബറൂസ് വായന അങ്ങനെ ആയതുകൊണ്ട് അങ്ങ് മൗനം അവലംബിച്ചതാ. അസാധാരണ ഞാനത് ഭാവനയാണ്. പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പാസ്റ്റർ അത് ഫ്ലോ ഞാനിത് എന്ത് എന്റെ മുന്നേ ചിരി അടക്കി പിടിച്ച ഞാനിത് വായിച്ചത്. അള്ളാന്റെ കറാമത്താണ്, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. കഴിഞ്ഞോ? മാര്യത്തിനെ പ്രാപിച്ചത് ഹലാലെല്ലാം കഴിഞ്ഞോ? മാര്യത്തിനെ ആരും വരുന്നില്ല ചാക്കോ പാസ്റ്ററെ, മാര്യത്തിനെ പ്രാപിച്ചു കഴിഞ്ഞോ? ആരും വരുന്നില്ല പറയാൻ. പരിപാടിയെല്ലാം കഴിഞ്ഞോ? ഏ മാര്യത്തിനെ പ്രാപിച്ചു കഴിഞ്ഞോന്ന്, പരിപാടിയെല്ലാം കഴിഞ്ഞോന്ന്. ആ കിടക്ക അതെ, വൃത്തികേടാക്കിയിട്ടുണ്ട്. ഈ കിടക്കയല്ല, മുഹമ്മദ് വിരിപ്പാണ്, വിരിപ്പ്. ആ വിരിപ്പ് ബെഡ്ഷീറ്റ്. അവന്മാരെ അതായത് ഈ മുഹമ്മദ് കൊണ്ടുവന്നതായ പ്രമാണത്തിൽ മുഹമ്മദിന് മാത്രം ഒരു പ്രമാണവും ഈ പാവപ്പെട്ട മുഹമ്മദിയർക്ക് വേറൊരു പ്രമാണം. ഇതാണ് മുഹമ്മദ് നടപ്പിലാക്കിയത്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവ് മുഹമ്മദിയർക്കില്ല, നമുക്ക് മാത്രമേ ഉള്ളത്. പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഓരോന്നായിട്ട് എണ്ണി അങ്ങോട്ട് കൊടുത്താൽ നിങ്ങളോട്ട് അംഗീകരിക്കത്തില്ല. അതാ ഒരു വലിയ ഗതികേടത്ത്. ഇവൻ മുഹമ്മദിന് ഒരു നിയമമാണെന്നും മുഹമ്മദിയർക്ക് മറ്റൊരു നിയമമാണെന്നും പറഞ്ഞ് നിങ്ങൾ അള്ളാന്ന് പറഞ്ഞുകൊടുത്ത് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങും. അങ്ങനെയല്ല ഇങ്ങനെയാ. എന്നാ ഒരു കാര്യം ചെയ്യും, രണ്ടുപേരുടെയും രണ്ടു കൂട്ടരുടെ ഒരു നിയമമാണെന്നുള്ളതിന് ഒരു വിശദീകരണം എന്താന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കുക. നമ്മളിട്ട് പറഞ്ഞാലോ അതൊട്ട് അംഗീകരിക്കത്തില്ല. മാര്യത്തിനെ പ്രാപിച്ചത് മുഹമ്മദിന് ഹലാല് തന്നെ, അത് അള്ളാഹ് ആയത്തിറക്കി കൊടുത്തോടുകൂടി തന്നെ അതിന്റെ പരിഹാരം വന്നില്ലേ. മരുമകളെ പ്രാപിച്ചതും മുഹമ്മദിനെ സംബന്ധിച്ച് ഹലാല് തന്നെ. അതുപോലെ വേറൊരു പണി മുഹമ്മദ് കാണിച്ചിട്ടുണ്ട്. ഈ ഹജ്ജ് കർമ്മ വേളയിലാണ് മുഹമ്മദിന്റെ അവസാനത്തെ ഭാര്യ പിന്നെ ഉമ്മുസൽമയെ നിക്കാഹ് കഴിക്കുന്നത്. ഇത് ഇഹ്റാം വേഷത്തിൽ മുഹമ്മദ് നടത്തിയ ഒരു നിക്കാഹ. ആരും ആ സന്ദർഭങ്ങളിൽ സ്ത്രീ വിഷയമായിട്ട് ശബ്ദിക്കുകയോ ചിന്തിക്കുകയോ അവരുമായിട്ട് ഒരു ഇടപാടും പാടില്ലെന്നാണ് ഇസ്ലാമിക പ്രമാണത്തിലുള്ളത്. പക്ഷെ നമ്മുടെ പ്രവാചകന് മാത്രം ഹജ്ജിൽ ഇഹ്റാം വേഷത്തിൽ മൈമുനെ നിക്കാഹ് കഴിച്ചു. ആ വേഷത്തിൽ പുള്ളി അവിടെ നിന്ന് സഹിച്ചില്ല. മനസ്സിലായ? ഇവിടെ പാവപ്പെട്ട മുഹമ്മദിയരൊക്കെ വലിയ ഭക്തിയാ. പൊന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഈ ഹജ്ജ് കർമ്മം കഴിഞ്ഞിറങ്ങി വന്നാൽ ഉടനെ തന്നെ ഇപ്പോൾ പ്രസവിച്ച ശിശുക്കളുടെ രൂപത്തിലും ഭാവത്തിലുമായി തീരും. അതുകൊണ്ട് നിങ്ങള് വലിയ കഠിന പ്രയത്നം ചെയ്ത് ഒട്ടകത്തേലും ഈ കഴുതപ്പുറത്തും പണ്ടത്തെ കാലം അങ്ങനെയൊക്കെ വഴികൾ താണ്ടി ഈ ഹജ്ജ് കർമ്മത്തെ വരിക. നിങ്ങൾ വലിയ സംഭവത്തിൽ നടക്കുക. പക്ഷെ മുഹമ്മദ് അപ്പുറത്ത് കാണിച്ച പണിയുണ്ടോ? മറ്റേ പണിയല്ല മുഹമ്മദ് കാണിച്ചത്. ഇതിൽ എഴുതി വെച്ചോണ്ട് നമ്മുടെ തിരുമേനിയുടെ അവസാനത്തെ നിക്കാഹാണ് മൈമുനെ കൊണ്ട് കെട്ടിയത്. ഇസ്ലാം വേഷത്തിലാണ് കെട്ടിയത്. ഉണ്ടോ? അത് ഹലാല, അത് പ്രശ്നമൊന്നുമില്ല. അത് തന്നെയല്ല, ഈ ഭർത്താവ് മരിച്ച 4 മാസം 10 ദിവസം ഇദ്ദ ആചരിക്കണം എന്നുള്ള ഒരു നിയമം ഇസ്ലാം മുഹമ്മദിയർക്കുണ്ട്. അത് നമ്മള് സൂറത്തുൽ ബഖറ 234. പക്ഷെ മുഹമ്മദിനെ സംബന്ധിച്ച് അത് ബാധകമേ അല്ല. സഫിയയുടെ ഭർത്താവിനെ കൊന്ന അന്ന് രാത്രി തന്നെ ഈ സഫിയായിട്ട് പുള്ളി ബന്ധപ്പെട്ടു. പുള്ളിക്ക് ഹലാലാണല്ല, ഹറാമാണോ? അതല്ല, ഹലാല് തന്നെ. ഇതാണ് മുത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മുത്തിനെ ലോകത്ത് എവിടെ കണ്ടിട്ടുണ്ട്? അതുപോലെ ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ മുഹമ്മദിയർക്ക് അനുവദനീയല്ല. പക്ഷെ മുത്തുനബി സ്വർണ്ണാഭരണം ധരിച്ചിട്ടുണ്ട് കേട്ടോ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്ന വേറൊന്നും. ഇങ്ങനൊരു മുത്തിനെ ലോകത്ത് എവിടെ കാണും? ഹിബ്ബിലേക്ക് അഭിമുഖമായി ഇരുന്ന് വിസർജിക്കരുതെന്ന് പറഞ്ഞ മുഹമ്മദ് അതിനെതിരെ ഇരുന്ന് വിസർജിച്ച് കാണിച്ചു കൊടുത്തു. അത് ഹലാല, ഹറാമെന്ന് ആർക്ക് പറയാൻ ഒക്കും? അതുപോലെ 5 നേരത്തെ നിസ്കാരം മുഹമ്മദിന് ബാധകമേ അല്ലെന്നാ പറയുന്നത്. മുഹമ്മദിന് ബാധകമല്ല 5 നേരത്തെ നിസ്കാരം, അതൊക്കെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മുഹമ്മദിന് മാത്രം ഹലാൽ ചെയ്തു കൊടുത്ത ഒരു അള്ളാഹു നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഈ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ മുഹമ്മദിന് വേണ്ടി മാത്രമായിട്ടുണ്ടായ ഒരു അള്ളാഹുവാണ്. നമുക്ക് ഈ അള്ളാഹുവിനെ നമ്മുടെ ഉടുത്തോട് ഭാഷ എടുക്കണ്ട, ആറാട്ടുമുണ്ടൻ എന്നങ്ങ് പേരിട്ടാലോ ഭാഷ. ആറാട്ടുമുണ്ടൻ അറിയാമല്ലോ. ആറാട്ടുമുണ്ടൻ അതായത് ഈ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ടുഘോഷ യാത്രയില്ലേ, പഴയ കാലത്താണ്. അവിടെ ഈ ഘോഷയാത്ര പങ്കെടുക്കുന്നതിന് തിരുവിതാംകൂർ രാജാവ് വരും. അപ്പൊ അദ്ദേഹത്തിന് തിരുവിതാംകൂർ രാജാവിന് ദൃഷ്ടിദോഷം വരാതിരിക്കാനായിട്ട് ഈ ഘോഷയാത്രയുടെ മുന്നിൽ കൊണ്ടു നടന്ന വിരൂപന ഒരു കുള്ളനുണ്ട്. ആ കുള്ളനെ വിളിക്കുന്ന പേരാണ് ആറാട്ടുമുണ്ടനെന്ന്. ഇവനെ കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് രാജാവ് പുറകെ നടക്കുന്ന ആ ഒരു രീതി ചിന്തിച്ചു നോക്കി.
ഏകദേശം ഇത് തന്നെയാണ് മുഹമ്മദ് നടത്തിയത്. ഈ അള്ളാഹുവിനെ ആറാട്ടുമുണ്ടനാക്കി മുന്നേ നടത്തുക. മനസ്സിലായോ? അള്ളാഹു മുന്നിലുണ്ട്, പിന്നിൽ നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം സാധിക്കുക. പക്ഷെ എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ നിർത്താം. ഇങ്ങനെ മുഹമ്മദിയർക്കൊരു നിയമവും മുഹമ്മദിനൊരു നിയമമാണെന്ന് മനസ്സിലാക്കിയ സഹാബാക്കൾ അവസാന സമയത്ത് മരണത്തോടനുബന്ധിച്ചൊരു പണി കൊടുത്താൽ മുഹമ്മദിനെ വിട്ടത് കേട്ടോ. അതും മറന്നു പോകരുത്. മരിച്ചാൽ ഉടനെ അടക്കണം എന്നുള്ളതായ ഹദീസ് മുഹമ്മദ് കൃത്യമായിട്ട് ഇതിലുണ്ട്. എന്തോ പറയുന്നത് മുഹമ്മദ്? ഒരു മുസ്ലിമിന്റെ മൃതദേഹം അയാളുടെ കുടുംബക്കാർക്കിടയിൽ അധിക നേരം ബന്ധിച്ചിടരുത്, അത് ഭൂഷണമല്ല. എത്രയും വേഗം മറവ് ചെയ്യണമെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ മൃതശരീരത്തെ 3 ദിവസം അവിടെ ഇട്ട് അഴുകിച്ചാണ് അവർ കൊണ്ട് അടക്കിയത്. മനസ്സിലായോ? കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് അവര് കൊടുത്ത ഇഷ്ടിന്റെ പണിയല്ലേ അല്ലേ? അല്ലെങ്കിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടക്കണം എന്നുള്ളതായ കൃത്യമായ ഹദീസ് കിടക്കുകയും ഇന്നത്തെ മുസ്ലിങ്ങളും അന്നത്തെ മുഹമ്മദിയരും മരിച്ചാൽ ഉടനെ അടക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നിലനിൽക്കെ മുത്തിന് കൊടുത്ത പണി കണ്ടോ? മുത്തിന് കൊടുത്ത പണിയുണ്ടോ? മാത്രമല്ല, മൃതശരീരം മരിച്ചു കഴിഞ്ഞാൽ കിടന്ന് കരയരുത്. കരഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ചത്ത് കിടക്കുന്നവനെ അള്ളാഹു കബറിലിട്ട് മലക്കിനെ കൊണ്ട് തല്ലിക്കും, ക്രൂരമായി പീഡിപ്പിക്കുമെന്നും ഈ കരയുന്ന വ്യക്തിക്ക് പ്രത്യേകം പണി കിട്ടുന്നല്ലേ മുഹമ്മദ് പഠിപ്പിച്ചത്. എന്നാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബൂബക്കർ മുഹമ്മദിനെ കബറിലിട്ട് തല്ലിക്കുന്നതിന് വേണ്ടി മുഹമ്മദിന്റെ പുറത്ത് വീണ് കിടന്ന് കരഞ്ഞു. മനസ്സിലായോ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുവേ. അപ്പൊ നിങ്ങൾ കരയരുത്, ബോഡിയുടെ പുറത്ത് കിടക്കരുത്, അലമുറയിടരുത്, കരയരുത് എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു. അത് ഇന്നും പാവപ്പെട്ട മുഹമ്മദിയൻ അനുവർത്തിക്കുക. പക്ഷെ അബൂബക്കർ എന്ത് ചെയ്യുന്നറിയാമോ? അബൂബക്കർ റസൂൽ തിരുമേനി വഫാത്തായപ്പോൾ അവിടുത്തെ ദേഹത്തിൽ വീഴുകയും നേത്രദ്വയത്തിനിടയിൽ ചുംബിക്കുകയും കരയുകയും ചെയ്തു, വിലപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഏതായാലും മുഹമ്മദ് എന്തെല്ലാം ഇതുങ്ങളെ പഠിപ്പിച്ചു, അതിന് വിപരീതമായിട്ട് മുഹമ്മദ് ജീവിച്ചു, പ്രവർത്തിച്ചു എന്നത് ഒരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. ഇങ്ങനെ അനുയായികളൊന്ന് പഠിപ്പിച്ചിട്ട് മറ്റൊന്ന് പ്രവർത്തിച്ച മാന്യൻ ആരെന്ന് ചോദിച്ചാൽ അത് മുത്തു മാത്രമാണ്, അല്ലാതെ ആരുമല്ല. ഞാനിപ്പോ ഇത് സാമ്പിളായിട്ട് ഒരു 5-8 പറഞ്ഞ ഒരു 10-45 ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മുഹമ്മദിന്റെ ഒരു ജീവിതവും പാവപ്പെട്ട മുഹമ്മദിയരുടെ വേറൊരു ജീവിതവും. എന്തും മുഹമ്മദിനാകാം. ഇതിനെല്ലാത്തിനും വേണ്ടി ആറാട്ടുമുണ്ടനെ പോലെ അള്ളാഹ് ഇങ്ങനെ മുന്നേ നടക്കുക. പോടാ പോടാ പോടാ. മഹാരാജാവായ മുത്ത് പുറകെ നടന്നുകൊണ്ട് അതേ തന്റെ അനുയായികളെ സംബോധന ചെയ്യുന്നു. താനാണ് മഹാരാജൻ എന്ന് പറയുന്നത്. അള്ളാഹ് വേറൊരു ആറാട്ടമുണ്ട്. ഇതല്ലാതെ അള്ളാഹയെ കുറിച്ച് നമ്മുടെ നിരീക്ഷണത്തിൽ വേറെ വസ്തുതാപരമായതോ നീതിപരമായതോ അല്ലെങ്കിൽ സമൂഹത്തിന് മാനവികമായതോ ഒന്നും നമുക്ക് കാണാനായിട്ട് ഒക്കത്തില്ല. മുഹമ്മദിന് വേണ്ടി ഒരു കുള്ളനെ പോലെ മുന്നേ നടക്കുന്ന ഒരു ആറാട്ടമുണ്ട്. പക്ഷേ ഈ മുഹമ്മദ് ജീവിച്ചിരുന്നപ്പം അങ്ങേരുടെ നേരെ ചെന്നൊരു പണി കൊടുക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കത്തില്ലായിരുന്നു. ചത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവനെ 3-4 ദിവസം ഇട്ടിട്ടേ അടക്കത്തോളം കുഴിച്ചു മൂടത്തോളം എന്ന് അവർ തീരുമാനിച്ചതാ. അന്നേരമെങ്കിലും ചത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് സംഭവിച്ചത്. പിന്നെ ഇവനെ മുത്ത് എന്ന് വിളിക്കുന്നതിനേക്കാൾ നീ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പനാന്ന് പറഞ്ഞാലേ മുത്തപ്പനോ എല്ലാം വിളിക്കേണ്ട കക്ഷിയാ. മുത്തല്ല, മുത്തപ്പനാണ്. അതെ ഈ സഹാബികൾ മുഹമ്മദിനെ അറിഞ്ഞുകൊണ്ട് കൊടുത്ത ചില പണികളൊക്കെ ഞാൻ അവസാനം വായിച്ചത്. ഈ ഉമറിനെ ഉണ്ടല്ലോ, ഉമറിനെ ഈ നിസ്കാര സമയത്ത് കുത്തി കൊല്ലുകയായിരുന്നു ഉമറിനെ. ഉമർ ജീവിച്ചിരുന്നപ്പോ കാണിച്ച പണിയെല്ലാം ക്രൂരമായിരുന്നു. അതിന് അവസാനം കിട്ടി. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഓർക്കണം: വാളെടുക്കുന്നവരെല്ലാം വാളാൻ. പൗലോസ് അത് പറഞ്ഞ് വഞ്ചനപ്പെടാതിരിക്കുവൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ നിന്ന് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും. അങ്ങനെ ജഡം കൊണ്ട് വിതച്ചതായ ഈ ഉമർ ഒരുപാട് കുടുംബങ്ങളെ അനാഥരമാക്കിയിട്ടുണ്ട്. നിരവധി സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട്.
ഒരുപാട് ക്രൂരതകൾ ചെയ്ത ഈ മനുഷ്യനെ കുത്തിക്കൊല്ലുകയായിരുന്നു. അപ്പം കുത്തേറ്റ് ഈ മനുഷ്യൻ തറയിൽ വീണു. തറയിൽ വീണ സമയത്ത് ഇദ്ദേഹത്തിന് ബോധമൊക്കെ നഷ്ടപ്പെട്ടു. മരിച്ചിട്ടില്ല, അങ്ങനെ നഷ്ടപ്പെട്ടു. ഉടനെ ചില ആളുകൾ നിലവിളിക്കാൻ തുടങ്ങി, കരയുക, ബോധം. ഈ മനുഷ്യൻ ബോധമില്ല കിടക്കുക, കുത്തുകൊണ്ട് ഇങ്ങനെ കിടക്കുക. ചിലർക്ക് ചെയ്യുന്ന പണിയാണല്ലോ അല്ലെ. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി പരിപാടിയൊന്നും വന്നില്ലല്ലോ. മുഹമ്മദിനെ പോലും ചാരം ഭാര്യ മുഹമ്മദിനെ പുറത്ത് തേച്ചത്. അള്ളാഹു എന്ന മഹാനായ ആറാട്ടുമുണ്ടൻ മുകളിൽ എവിടെയോ ഇരിക്കുന്നു, വെള്ളത്തിൽ എവിടെയോ പൊങ്ങിയിരിക്കുന്നു. പക്ഷെ ഈ മുഹമ്മദ് തല്ലുകൊണ്ട് പുറം പൊളിഞ്ഞപ്പോഴത്തേന് ഇട എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുക, അല്ല വേണ്ട ഞാനിവിടെ നിന്ന് അവനെ അങ്ങ് സുഖമാക്കുക എന്ന് പറഞ്ഞില്ല. മറിച്ച് ചാരം, ചാരത്തിൽ കിടന്നുരുടുന്ന ജീവിയാണല്ലോ നായ എന്ന് പറയുന്നത്. നായ്ക്ക് പൊള്ളലേറ്റാലോ ശരീരത്തിൽ മുറിവേറ്റാലോ ഉടനെ ഒന്ന് ചാരത്തിൽ കിടന്നുകൊള്ളും. അതേപോലെ തന്നെ മുഹമ്മദിന്റെ ശരീരത്തിൽ ചാരവും മാറി പൂശാൻ പറഞ്ഞത്. എന്നിട്ട് അതൊരു വലിയ ട്രീറ്റ്മെന്റ് ആണ്, അതൊരു വലിയ ഔഷധമാണെന്നൊക്കെ മുഹമ്മദ് പടച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ കഠിനമായ മുറിവേറ്റ് ഉമർ താഴെ വീണപ്പോഴത്തേനും ഉമറിനെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചാൽ നിലവിളിക്കാൻ തുടങ്ങി. ഉമറിന് ഉള്ളിൽ ചെറുബോധമുണ്ട്, ചെറിയ ബോധമുണ്ട്. പക്ഷെ ഉമറിന് പ്രതികരിക്കാൻ വരാം. അവസാനം ബോധം തിരിച്ചിട്ട് ഉമർ ബഹളം വെച്ചു, എന്തിനാണ് എന്റെ പുറത്തിരുന്ന് കരയെന്ന് തിരുവേര് പറഞ്ഞിട്ടുണ്ടേ, കരഞ്ഞാൽ തല്ലുകൊള്ളു എന്ന് മലക്കടിക്കോ, നീ മാറേ എന്ന് ബഹളം വെച്ചു. ഇല്ല, അവന്റെ മനസ്സിനകത്ത് ആ ചിന്തയാ. മുത്ത് ജീവിച്ചിരുന്നപ്പോഴത്തേന് പറഞ്ഞ ഈ മരിക്കുന്നവന്റെ മയ്യത്തിന് മേലെ അകമഴിട്ട് കിടന്ന് കരഞ്ഞാൽ അത് നിമിത്തം മയ്യത്ത് തല്ലുകൊണ്ടുവന്നു. ഇതെന്തിനാന്നറിയാമോ? ഇത് കടുത്ത ജനരോഷത്തെ തടയാനായിട്ട് മുഹമ്മദ് ഇറക്കിയ നമ്പർ 1 നമ്പറായത്. അതായത് മുഹമ്മദിന്റെ കൂടെ പോകുന്ന ആളുകളിൽ പലരും കൊല്ലപ്പെടുന്നു, ഭാര്യമാർ അനാഥരാക്കപ്പെടുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന മൃതശരീരം വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേനും വീട്ടുകാർ നാട്ടുകാരൊക്കെ കരയെ അലമുറ ഇടുകയും വെള്ളം വെക്കുകയും കാരണക്കാരൻ ആ മനുഷ്യനാണെന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ മണ്ടയിലേക്ക് ഇത് ഈ ആരോപണങ്ങളൊക്കെ വരുമെന്ന മുൻകൂട്ടി അറിഞ്ഞ മുഹമ്മദ് മുൻകൂർ ജാമ്യം എന്ന നിലയിൽ കരച്ചിൽ ആദ്യം അങ്ങ് നിർത്തൽ ചെയ്ത്. കണ്ടോ, നിങ്ങൾ ഉദ്ദേശിച്ചതിനൊക്കെ ബുദ്ധിയില്ലാത്ത ആളൊന്നുമില്ല. കരച്ചിൽ ആദ്യം നിർത്തൽ ചെയ്തു. ആരും ഇനി കരയാൻ പാടില്ല. മാത്രമല്ല, രണ്ടാമത് ആരെങ്കിലും കരഞ്ഞാലോ, ആരെങ്കിലും മിങ്ങിപ്പൊട്ടി കരയുകയോ മൃതദേഹത്തിൽ വീട് കിടന്ന് കരയുകയോ വല്ലതും ചെയ്താൽ ആ കരഞ്ഞതിന്റെ പേര് ചത്തു കിടക്കുന്നവനെ തല്ലുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ആൾക്കാരെല്ലാം ഭയപ്പെട്ടു. പിന്നെ കരച്ചിൽ എന്നുള്ള പരിപാടി നിർത്തി. ഇന്നും മുഹമ്മദീയ ഭവനങ്ങളിൽ ഒരുത്തൻ മരിച്ചാൽ അല്ലെങ്കിൽ ഒരുത്തി മരിച്ചാൽ ആരും കരയാറില്ല, നിലവിളിക്കാറില്ല. എല്ലാം ഈ പ്രമാണം അനുസരിച്ച് പഞ്ചപുച്ഛം അടക്കിയിരിക്കും. എന്തൊരു ഗതികേടെന്ന് ചോദിക്കുക മനുഷ്യന്റെ. അപ്പൊ തന്നെ ഈ മുഹമ്മദ് കരഞ്ഞ രംഗമുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന മാര്യത്തിന്റെ പുത്രൻ മരിച്ചപ്പോഴത്തേക്ക് കിടന്ന് കരഞ്ഞു. ആയിഷയായിട്ട് നടന്നു പോകുന്ന വഴിക്ക് മുഹമ്മദിന്റെ ഉമ്മ അടക്കിയതായ ആ കബർ കണ്ടപ്പോഴത്തേന് അവിടെ വെച്ച് മുഹമ്മദ് കരഞ്ഞു. ഒരുപാട് സന്ദർഭങ്ങൾ മുഹമ്മദ് കരയുന്നുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ കരയാൻ പാടില്ല എന്നുള്ളതായ കഠിനമായ നിയമം മുഹമ്മദ് ഇറക്കി. അങ്ങനെ ഈ ഉമറിനെ കുത്തി താഴെ കിടക്കുമ്പോഴത്തേന് ഉമറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ കിടന്നോണ്ട് നിലപിടിച്ചു. ഉമറേന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഉടനെ ബോധം വന്നപ്പോഴത്തേന് ഉമർ എത്തിയെന്നറിയാവോ, ഈ കരഞ്ഞവന്റെ ഒക്കെ നെഞ്ചത്തോട്ടം കയറി, നീയൊക്കെ എന്ത് പണിയാടാ കാണിച്ചെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ കരച്ചിലിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്നു? മനസ്സിലായോ? അപ്പൊ ഇത് എന്താണെന്നറിയോ, ഇതൊക്കെ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ശക്തമായ അടി കിട്ടുമെന്നുള്ള ഭയത്താൽ കരഞ്ഞതാണ്. പക്ഷെ ഇത് അബൂബക്കറിന് അറിയാം. പിന്നെ എന്തിനാണ് ഈ അബൂബക്കർ മുഹമ്മദിന്റെ മേത്ത് വീട് കിടന്ന് കരഞ്ഞത്? കിട്ടിക്കോട്ടെ, പെയ്യട്ടങ്ങനെ പെയ്യട്ടെ, അടിക്കട്ടെ, മലക്കേ മുൻകറ് കൊടുക്ക്. കാരണം ഈ അബൂബക്കറിനെ കുറച്ച് കണ്ണുനീര് കുടിപ്പിച്ച വിവേകശൂന്യമായ ഒരു ഇടപെടൽ. ബനു മുസ്തലിഫ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ജുവൈരിയ എന്ന് പറയുന്നതായ യുവതിയെ, അവിടെ ക്രിസ്ത്യൻ യുവതിയാന്ന് ഒരു പരിഭാഷകളിൽ പറയുന്നുണ്ട്. ആ യുവതിയെ കണ്ടപ്പോൾ അവളോട് അങ്ങ് ഭയങ്കര ആസക്തി കയറി. തന്റെ സ്വന്തം മകളെ ഉപേക്ഷിച്ചതായ ഉപേക്ഷണ നിമിത്തം അബൂബക്കർ അനുഭവിച്ചതായ ശാരീരികവും മാനസികവുമായ വേദന പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അതൊക്കെ അബൂബക്കറിന്റെ മനസ്സിൽ കിടപ്പുണ്ട്. 1 മാസത്തോളം അബൂബക്കർ കരച്ചിലും നിലവിളിയായിട്ട് നടക്കുകയത്. കാരണം തന്റെ സ്വന്തം മകളെ കുറിച്ച് പരപുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തി കഥ പറഞ്ഞ് മുഹമ്മദിനെ വഞ്ചിച്ചതായിട്ട് കാര്യങ്ങൾ സമൂഹം അറിഞ്ഞ് മക്ക മദീനയിലെല്ലാം പരന്ന്. അപ്പം ചെറുപ്രായമുള്ള കുട്ടിയായ ആയിഷയ്ക്കെതിരെ ആക്ഷേപം വന്നപ്പോൾ മുത്തോ അള്ളായോ മലക്കോ ഒന്നും ആ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു. ഇതൊക്കെ അബൂബക്കറിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. മനസ്സിലായോ? എന്റെ ജീവിതകാലത്ത് എന്റെ കൊച്ചിനെയും കെട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞതാ.
പെണ്ണിനെ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞത് അയ്യോ നമ്മുടെ സഹോദരന്മാരാണ്, അതുകൊണ്ട് പാടില്ല, അവള് കുഞ്ഞല്ലേ. ആ സഹോദരന്മാരായാലും എനിക്ക് വേണം അവളെ. അന്നേ അബൂബക്കർ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കൊടുത്ത് അങ്ങനെ കെട്ടി ആ വേദന അബൂബക്കറിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. എന്നാ കൊടുത്തോ പണി എന്നും പറഞ്ഞിട്ടാണ് ഈ അബൂബക്കർ മുഹമ്മദിന് പുറത്തേക്ക് വിട് ഓ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. അതിന്റെ കള്ളക്കരച്ചിലായിരുന്നു. എന്തിനാ നാടി അവിടെ കിട്ടണം, കമ്പി വെടി കൊണ്ട് അടിച്ച് നട്ടല് പൊട്ടിച്ച് പരിപ്പ് ചാടിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാ കരഞ്ഞത്. അബൂബക്കർ ബ്രിസെടുത്ത് ഇവിടെ കരഞ്ഞതാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കരയരുതെന്ന് കർശനമായ പ്രമാണം കിടക്കുന്നു. ഉമർ പോലും കുത്തുകൊണ്ട് വീണപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വീണ് നിലവിളിച്ചപ്പോഴത്തേന് അദ്ദേഹം ബോധം പടങ്ങുമെന്ന് പദവി ശാസിക്കുന്നു. എന്തിനാണ് നിങ്ങൾ കരഞ്ഞെന്ന് ചോദിക്കുന്നത്. അപ്പൊ കരച്ചിന് ഭയന്ന് ആണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷെ മുഹമ്മദിന് വീണ്ടും പുറത്ത് അബൂബക്കർ എന്ന് പറയുന്ന ആ മനുഷ്യൻ വീണ് കരഞ്ഞത് എന്തിനു വേണ്ടിയാ? ഈ